ഓക്കെ. ഗുഡ് ഈവനിങ് ടു എവറി വൺ. എല്ലാവർക്കും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തിന്റെയും സംതൃപ്തിയുടെയും ഐശ്വര്യത്തിന്റെയും എല്ലാത്തിനെയും ഒതുങ്ങിയായ പോസിറ്റീവ് ചിന്താഗതികളുടെയും പോസിറ്റീവായിട്ടുള്ള മാറ്റത്തിന്റെയും ദിവസങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ഇന്നലെ വരെ സംഭവിച്ചതൊക്കെ നല്ലതിനായിരുന്നു, നാളെ സംഭവിക്കുന്നതും നല്ലതിനായിരിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് നമ്മൾ ഓരോ ദിവസവും പാലിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നലെ സംഭവിച്ചത് പലതും നമുക്ക് ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവുന്ന തിക്താനുഭവങ്ങളെ നമ്മൾ എപ്പോഴും വിവേകപൂർവമായ ചിന്താഗതിയിലൂടെ, വിവേകപരമായ പ്രവർത്തനത്തിലൂടെ നമ്മുടെ ജീവിതത്തെ വിവേകപൂർവമാക്കി മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നതാണ് ഒരു വിവേകമതിയുടെ ഏറ്റവും പ്രധാന ദൗത്യം എന്ന് പറയും. അപ്പോൾ ചോദ്യം ഇതാണ്: നിങ്ങളിൽ ഇവിടെ ഇരിക്കുന്നവരിൽ എത്ര പേർ വിവേകമതികളാണ് എന്ന് ഒന്ന് ഉത്തരം പറയാമോ? വിവേകമതികൾ മാത്രം അവരവരുടെ പേരുകൾ പറയുക, അല്ലാത്തവർ മിണ്ടാതിരിക്കുക. എങ്കിൽ മാത്രമാണ് നമുക്ക് ഇന്ന് തുടങ്ങാൻ സാധിക്കുന്നത്. റെഡിയല്ല എന്ന് പേര് മാത്രം പറഞ്ഞു ആദ്യത്തെ രണ്ടാമത്തെ സെഷനിൽ വരാൻ പോയി. അപ്പോൾ അപ്പോൾ ജീവിതത്തെ വിവേകത്തോടു കൂടിയും, നമ്മുടെ ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും എന്ന് പറയുന്ന പുസ്തകത്തിൽ നമ്മൾ ഒരു അധ്യായം മുഴുവൻ പറഞ്ഞിരിക്കുന്നത് വിവേകത്തോടു കൂടി വിവേകത്തോടു കൂടി ചിന്തിക്കൂ, വിവേകത്തോടു കൂടി ജീവിക്കൂ എന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. എല്ലാത്തിന്റെയും അവസാനം ആ അധ്യായം മുഴുവൻ വിവേകത്തോടു കൂടി. എന്തുകൊണ്ടായിരിക്കും നമുക്ക് പലപ്പോഴും അത് സാധിക്കാത്തത്? നമ്മൾ വിവേകപൂർവമാണ് നമ്മുടെ ചിന്തകളെങ്കിൽ, നമ്മുടെ പ്രവർത്തനങ്ങളെങ്കിൽ, നമുക്ക് അവിവേകമായി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ ജീവിതത്തിൽ? ഒരിക്കലും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്ന് തിരിച്ചറിയുക. ഏതായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി, ഇന്നത്തെ ക്ലാസ്സിൽ മുഴുനീളം നിങ്ങൾ ഈ ഒരു ചിന്തയ്ക്ക് നിങ്ങളെ വിട്ടുകൊണ്ട്, വിവേകപൂർവം ആയിരിക്കണം കാര്യങ്ങൾ എന്നുള്ള ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആർക്കെങ്കിലും എന്തെങ്കിലും ഹാപ്പി ന്യൂസ്. എന്താണ് നമ്മുടെ പേര്? ഹാപ്പിനെസ് മാസ്റ്ററി ഹബ്ബ്. നമ്മളെപ്പോഴും ഹാപ്പികൾ മാത്രമേ നമ്മൾ പറയുകയുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ എടുത്ത പ്രതിജ്ഞയാണ് ഇത് പറയില്ല. ഏതാണ്? വിഷയത്തെ പറ്റി പറയില്ല, അല്ലെങ്കിൽ വിഷമതകളെ പറ്റി പറയില്ല, എന്താ പറയാ, പ്രശ്നങ്ങളെ പറ്റി പറയില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചിലപ്പോ അത് ചോദിക്കും, അയ്യോ അതൊക്കെ യാഥാർത്ഥ്യമില്ല. എന്നാൽ അത് യാഥാർത്ഥ്യമേ അല്ല, അത് വെറും നിങ്ങളുടെ മനസ്സിന്റെ തോന്നലാണ്. കാരണം പറഞ്ഞ് നിങ്ങൾ അതിലേക്ക് പോവുകയാണ്. ഇന്നൊരാൾ എനിക്കൊരു വോയിസ് അയച്ചു, ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ആളെ പറയുന്നില്ല, ഞെട്ടിപ്പോയി. സാറിന് അയച്ച വോയിസ് ആണ്. 36 മിനിറ്റ് ദൈർഘ്യമാണ് ആ വോയിസിനുള്ളത്. ആ 36 മിനിറ്റിലും മുഴുവൻ പറഞ്ഞിരിക്കുന്നത് പ്രശ്നത്തെ പറ്റി തന്നെയാണ്. ആ വോയിസ് കേട്ടാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചു. ദയവ് ചെയ്ത് നിങ്ങൾ ഇത്തരം വോയിസുകൾ എനിക്ക് അയക്കാതിരിക്കുക. കാരണം ഞാൻ 1.5 മണിക്കൂർ നേരം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളിൽ മാറ്റമുണ്ടാക്കാനായിട്ട് ഇവിടെ ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. ഞാൻ അതിൽ മുഴുവൻ നിങ്ങൾക്ക് പോസിറ്റീവ് നിറക്കാനായിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. എനിക്ക് നിങ്ങൾ 36 മിനിറ്റ് ഉള്ള ഒരു പ്രശ്നത്തിന്റെ മാത്രം പറഞ്ഞാൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ 50,000 60,000 ആൾക്കാര് ഞാൻ ഈ പറയുന്നത് കേൾക്കാനായിട്ട് കാത്തിരിക്കുന്നുണ്ട്. അതില്ലായ്മ ചെയ്യരുത്. ഞാൻ അവസാനം ഇത് നിർത്തേണ്ടി വരും. അങ്ങനെയൊന്നും ഒരു വിഷയവും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവില്ല എന്ന് ഉറപ്പാണ്. നിങ്ങൾ വെറുതെ കൂട്ടിക്കൊണ്ടുവരുന്ന സംഭവങ്ങൾ. ആർക്കാണ് ദിനവും രാത്രിയും മാറ്റാൻ പറ്റുന്നത്? ഈശ്വരന് പോലും പറ്റിയിട്ടില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ദിനവും രാത്രിയും മാറ്റാനാണ്. അങ്ങനെ സംഭവിക്കില്ല ജീവിതത്തിൽ. അങ്ങനെ സംഭവിച്ചാൽ ഈ പ്രപഞ്ചത്തിന് സത്യമില്ലാതെ ആയിപ്പോകും. ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. മറ്റുള്ളവരെ പറ്റി കംപ്ലൈന്റ് പറയാനാണെങ്കിൽ എനിക്ക് നരേന്ദ്രമോദി മുതൽ ബിൽഗേറ്റ്സ് മുതൽ താഴോട്ട് വരെ, പിണറായി വിജയൻ മുതൽ, എന്താ പറയാ, എന്റെ ഗ്രാമത്തിലെ പഞ്ചായത്ത് മെമ്പർ വരെ ഒക്കെ കംപ്ലൈന്റ് എനിക്ക് പറയാം. ഒരു വിഷയമില്ല, അതിനൊരു സമയം വേണ്ട. എന്തിനാ? ആദ്യം അവനവൻ നന്നായ പോരെ? അതൊന്ന് ശ്രമിച്ചുകൂടെ? ഒന്ന് ശ്രമിക്കുക ദയവ് ചെയ്ത്. ഞാൻ ഇത്രയും നന്നായിട്ടിരിക്കുന്ന എനിക്ക് ചെയ്യരുത് കേട്ടോ, ദയവ് ചെയ്ത് ചെയ്യരുത്. ഇത്രയും പറയാനുണ്ട്. സ്നേഹപൂർവ്വം മറുപടി ഒന്നും എന്റെ നിന്ന് പ്രതീക്ഷിക്കരുത്. ഇങ്ങനല്ലേ, ഞാൻ മറുപടി പറയില്ല, ഞാനത് കേൾക്കില്ല എന്നുള്ളതാണ്. കാരണം മനഃപൂർവ്വമാണ്. അതിനൊന്നും പരിഹാരം എന്റെ ഇല്ല. ഞാൻ ദൈവമല്ല, ദൈവത്തിന് പോലും പരിഹാരം ഇല്ലാത്ത കാര്യത്തിന്
ദിനേശ് സാർ എന്ത് ചെയ്യാനാ? ഒന്നുമില്ല. യാഥാർത്ഥ്യം മനസ്സിലാക്കിയേ പറ്റുള്ളൂ. നിങ്ങൾ സങ്കടമാണ് പറയുന്നത്. സങ്കടം പറഞ്ഞ മാറുമെങ്കിൽ നിങ്ങൾ മൊബൈൽ റെക്കോർഡ് ചെയ്തോളൂ, നിങ്ങൾ പറഞ്ഞോളൂ, എന്നിട്ട് ഡിലീറ്റ് ചെയ്തോളൂ, വീണ്ടും പറഞ്ഞോളൂ, വീണ്ടും വെച്ചോളൂ, വീണ്ടും ഡിലീറ്റ് ചെയ്തോളൂ. അയക്കരുത്, മറ്റൊരാൾക്കും അയക്കരുത്. കാരണം നിങ്ങളിലുള്ളത് എന്തിനാ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതെന്ന് മാത്രം ചിന്തിക്കരുത്. ഞാൻ ഒരാളോടല്ല, എല്ലാവരോടും കോമൺ ആയിട്ട് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്, ഒരിക്കലും നിങ്ങൾ ആരും വിചാരിക്കരുത് നിങ്ങളുടെ പ്രശ്നം മറ്റൊരാളോട് പറഞ്ഞാൽ അത് കുറയുമെന്ന ചിന്ത ഒരാൾക്കും ഉണ്ടാവരുത്. ഇറ്റ്സ് നെവർ പോയിട്ട് പോസിബിൾ. അങ്ങനെ ഒരു സിസ്റ്റമേ ലോകത്തുണ്ടാക്കിയിട്ടില്ല. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ പറഞ്ഞാൽ അത് സംഭവിക്കുക മാത്രമേ ചെയ്യുള്ളൂ, അത് മാറുകയില്ല. അങ്ങനെ ഒരു സിസ്റ്റം നമ്മുടെ ബ്രെയിനിൽ ഇല്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് അത് സംഭവിക്കുക? ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പോ വിഷയമില്ലാത്ത ആരാള? എല്ലാവർക്കും ഉണ്ട്. ജീവജാലമായി ഈ ഭൂമി, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനും, ഉൽക്കകൾക്കും നക്ഷത്രങ്ങൾക്കും സൗരയൂഥത്തിനും നമ്മുടെ കണ്ണിനും പുല്ലിനും തന്നെ എല്ലാത്തിനും വിഷയമുണ്ട്. ആർക്കാ ഇല്ലാത്തത്? ഞാൻ പണ്ടൊരു കഥ എഴുതിയിരുന്നു. ഒരു പൂമ്പാറ്റയും പൂവും തമ്മിലുള്ള ഒരു കവിതയായിരുന്നു. പൂമ്പാറ്റയും പൂവും തമ്മിലുള്ള. ഞാൻ പറഞ്ഞ സമയം കളയുന്നത് ഇത്രയാണ്, ലളിതമാണ്. പൂമ്പാറ്റ പൂവിലേക്ക് വന്നിരിക്കുമ്പോ, അല്ലെ വണ്ട് പൂമ്പാറ്റ പൂവിൽ വന്നിരിക്കുമ്പോ അതിമനോഹരിയാണ് പൂമ്പാറ്റ. പക്ഷേ അപ്പോഴാണ് പൂവിന് തോന്നിയത് ഞാൻ ഇത്രയും സുന്ദരി അല്ലല്ലോ എന്ന്. പൂമ്പാറ്റ പറന്നുപോയി. ഒരു ദിവസം കഴിഞ്ഞ് പൂമ്പാറ്റ മരിച്ചു വീണപ്പോ പൂ പറഞ്ഞു, ആഹാ നിനക്ക് ഇത്രേ ജീവനുള്ളൂ, എനിക്ക് ഇതിനേക്കാളുണ്ടല്ലോ. മൂന്നാമത്തെ ദിവസം പൂവും മരിച്ചു വീണപ്പോ പൂ പറഞ്ഞു, നിന്റെയും എന്റെ ആയുസ് ഏകദേശം ഒക്കെ, പക്ഷെ ഇത് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുത്തു. ഇത്രയും ലളിതമാണ് ജീവിതം എന്ന് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നമ്മൾ ആരും വിചാരിക്കുന്ന പോലെ ജീവിതം കോംപ്ലക്സ് ഒന്നും ഇല്ലാത്ത വളരെ ലളിതമാണ്. അത് നമ്മൾ അറിയാഞ്ഞിട്ടാണ്, പഠിക്കാഞ്ഞിട്ടാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാണ്ടെങ്കിൽ സംസാരിക്കാം. സജീവ് എന്താ പറയാമെന്ന് സാറേ? സജീവ് പറയും. അൺമ്യൂട്ട് ചെയ്തോളൂ പെട്ടെന്ന്. സജീവ് ടി അൺമ്യൂട്ട് ചെയ്തു. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? പറ്റുമല്ലോ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തു. ഷെമി അൺമ്യൂട്ട് ചെയ്തു. സജീവ് ടി അൺമ്യൂട്ട് ചെയ്തോ? സർ ഗുഡ് ഈവനിങ്. ജെയിനിയാണ് കേൾക്കാൻ പറ്റുന്നത് സർ? ജീന പറയൂ. സർ വളരെ ഹാപ്പി ന്യൂസ് ആണ്. നമുക്ക് സ്കൂളിൽ എനിക്ക് അഡ്മിഷൻ ഇങ്ങനെ എനിക്കറിയില്ല, ഡെയിലി എൻക്വയറികള് ഞാൻ 8:30 ആയി റിട്ടേൺ ഫ്ലാറ്റിൽ വന്നപ്പോ അതുവരെ എനിക്ക് അഡ്മിഷൻ എൻക്വയറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ്. എനിക്ക് വളരെയധികം ഇതുവരെ ഇല്ലാത്ത ഒരു എനർജിയോടും എനിക്ക് അവരോട് സംസാരിക്കാൻ പറ്റുന്നത്. ഞാൻ 7:30 ആവുമ്പോ സ്കൂളിൽ എത്തും. രാവിലെ സാറിന്റെ മെഡിറ്റേഷനും കഴിഞ്ഞിട്ട് കുഞ്ഞിന് ഫുഡ് ഉണ്ടാക്കിയിട്ടാണ് ഞാൻ സ്കൂളിൽ 7:30ക്ക് എത്തിയത്. അപ്പൊ എനിക്ക് ഇന്ന് എന്റെ സ്റ്റാഫ് എന്നോട് ചോദിച്ച ഒരു ചോദ്യം, എന്റെ മാമിന്റെ മുഖം ഭയങ്കര ഇതായിട്ട് പ്ലസന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ വരുന്നവരോട് എനിക്ക് നല്ല രീതിയിൽ, എനിക്കറിയില്ല, അവര് വന്നവര് ഒക്കെ അഡ്മിഷൻ എടുത്തു പോകുന്നുണ്ട്. വളരെയധികം സന്തോഷം. ഒത്തിരി താങ്ക്സ്. ഇനി എന്താ എനിക്ക് പറയാൻ വാക്കുകളില്ല. ഇതല്ലേ സംഭവിക്കണ്ടേ? ജീന വന്നപ്പോ പറഞ്ഞത് സെയിം അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇനിയിപ്പോ പണത്തിന്റെ ഒരു കാര്യം ഇവിടെ ഇരിപ്പുണ്ടല്ലോ, അതും കൂടി ശരിയാക്കി കേട്ടോ. ഓക്കെ, എല്ലാം ശരിയാവും, എനിക്ക് ഉറപ്പുണ്ട് സാർ, എല്ലാം ശരിയാവും. മണി മാനിഫെസ്റ്റേഷനിൽ ഒന്ന് നോക്കിയാൽ മതി, നമുക്ക് അതിനെ ശരിയാക്കി എടുക്കാം. എന്താണ്? താങ്ക് യു. ഇപ്പോൾ എന്താ പറയാൻ വന്നേ? ഹായ് സാർ. സാർ നമസ്കാരം. നമസ്കാരം സാർ. ഷീജ. ഷീജ പറഞ്ഞു. ഷീജ. സാർ എനിക്ക് പിന്നെ 2-3 അനുഭവങ്ങൾ പ്രത്യേകമായിട്ട് പറയാനുണ്ട്. അതൊന്ന് ഞാൻ എന്റെ ജോലി സ്ഥലത്ത് പോയ കാര്യം. ആ ജോലി സ്ഥലത്ത് ഞാൻ ജോലിക്കാരെയും കൊണ്ടുപോയി. ഞാനിവിടെ സൂപ്പർവൈസറാണ്, എസ്റ്റേറ്റ് സൂപ്പർവൈസറാണ്. അപ്പൊ ജോലി സ്ഥലത്ത് പോകുമ്പോൾ ഭയങ്കര ടെൻഷനൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷെ അറിയാമല്ലോ, തോട്ടമേഖലകളിലെ ജോലിക്കാരുടെ കാര്യം അറിയാമല്ലോ. അപ്പൊ അത് ഭയങ്കര എനിക്ക് ടെൻഷനായിരുന്നു. പക്ഷെ ഇന്നലെ സാറിന്റെ ക്ലാസ്സിന് ശേഷം ഞാനവിടെ പോയപ്പോൾ ഞാൻ ഭയങ്കര ഷൗട്ട് ചെയ്യുമായിരുന്നു ജോലിക്കാരുടെ, പണിയെടുത്തില്ലേ, കള്ളപ്പണി കാണിക്കുമ്പോ എനിക്ക്. പക്ഷെ ഇന്നലെ ഞാൻ ക്വയറ്റായിട്ട് അവിടെ നിൽക്കുകയും എല്ലാ ജോലിക്കാരും വളരെ അച്ചടക്കത്തോടു കൂടി ജോലി ചെയ്തു എന്നുള്ളതാണ്. അത് സാറിൽ നിന്ന് എനിക്ക് ലഭിച്ച വലിയ ഒരു വിജയമാണ്. പിന്നെ അടുത്തത്, ഞാൻ ഇന്ന് ഞാൻ വർക്കിന് പോയ സ്ഥലത്ത് എനിക്ക് ഒത്തിരി, ഞാൻ 1-2 എഴുതിക്കൊണ്ടാ പോയത്. 1-2 കൈവിരലിൽ 1-2 എഴുതിക്കൊണ്ട് പോയി. അപ്പൊ ഒരു ക്യാഷിന്റെ കാര്യമായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോ ഞാൻ ഉദ്ദേശിക്കാത്ത രീതി, ഞാൻ വിശ്വസിച്ചു പോയി. അവിടെ എനിക്ക് നല്ലൊരു സംഭവം ഉണ്ടായി. പിന്നെ അടുത്ത ബിസിനസിന് വേണ്ടി ഞാൻ വല ഇറങ്ങിയിട്ടാ പോരുന്നത്. ഭയങ്കരമായിട്ട് കൊയ്ത്തായിരുന്നു. എനിക്ക് ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു, ഒരുപാട് സന്തോഷം. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പ്രത്യേകമായിട്ട് പറയാനുണ്ട് സാറേ. കാരണം സാറിന്റെ ക്ലാസ് ഞാൻ ഒരു തവണയെ കേട്ടുള്ളൂ. ഈ കഴിഞ്ഞ ദിവസം ഒറ്റ ദിവസം മാത്രമേ കേട്ടുള്ളൂ. അതിൽ നിന്ന് അന്ന് മാവും പ്ലാവും പറഞ്ഞിട്ട്
ആ ഒരു ദിവസം മാത്രമേ എനിക്ക് സാറിനെ നേരിൽ കാണാൻ പറ്റുള്ളൂ. അതിനുശേഷം എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. സാറേ, നമ്മളിൽ തന്നെ എല്ലാം ഉണ്ട് 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 നമ്മൾ പറയും. പക്ഷെ അത് നമ്മൾ ഒരിക്കലും വെറുതെ പറയുന്ന, നമ്മൾ പഠിക്കുന്നതിന് മുമ്പ്, അറിയുന്നതിന് മുമ്പ് ഉണ്ട് ഉണ്ട് ഉണ്ടെന്ന് പറയും. പക്ഷെ ആ ഉണ്ട് എന്നുള്ള കണ്ടെത്താൻ സാറിനെ പോലുള്ള ഒരു മാസ്റ്റർ തന്നെ വേണം. എന്നെങ്കിൽ മാത്രമേ നമ്മുടെ എനർജി ഫീൽഡ് വലുതാക്കാനൊക്കെ ഉള്ളൂ. എനർജി ഫീൽഡ് എന്ന് പറയുമ്പോൾ സാറിന് അറിയാമല്ലോ, ഞാൻ കാര്യമില്ല. എനർജി ഫീൽഡ് വലുതാക്കിയെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ കാര്യം, അതായത് ഒരു ഫില്ലറിൽ നിന്ന് നമ്മളൊരു ഇങ്ക് ബോട്ടിൽ നമ്മളൊരു ഫില്ലർ കുത്തിക്കഴിഞ്ഞാൽ അതിന്റെ ബൾബെ പിടിച്ച് നമ്മളത് ഞെക്കുമ്പോൾ മാത്രമാണ് അതിലേക്ക് ആ ഇങ്ക് അബ്സോർവ് ചെയ്ത് കയറി വരുന്നത്. അതുപോലെ നമ്മളിലുള്ളതായ എനർജി നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് വിട്ടു കഴിയുമ്പോഴാണ് അവിടുത്തെ എനർജി നമ്മളിലേക്ക് കടന്നു വരുന്നത് എന്നുള്ള ഒരു പരമമായ സത്യം. അത് എങ്ങനെ വർണ്ണിക്കണമെന്ന് എനിക്കറിയില്ല, അത് ഏത് രീതിയിൽ കൂടെ വിശകലനം ചെയ്യണമെന്ന് അറിയില്ല. എനിക്ക് ഒരുപാട് സന്തോഷം. അപ്പോൾ എനിക്ക് ഇന്ന് എന്റെ ജോലി സ്ഥലത്ത് എനിക്ക് വളരെ ഹാപ്പിയോടുകൂടി ജോലിക്കാരെ ഇടപെടാൻ പറ്റി. അവർ നിശബ്ദമായി ഇന്ന് വളരെ ഒരിക്കലും ഇല്ലാത്ത പോലെ അച്ചടക്കത്തോടുകൂടി ജോലി ചെയ്തു. ഞാൻ ഉദ്ദേശിച്ച ഏരിയ എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഞാൻ അവർക്ക് വിശ്രമിക്കാനും അവസരം കൊടുത്തു. മറ്റേ വിശ്രമിക്കാൻ അവസരം കൊടുക്കില്ലായിരുന്നു. പക്ഷെ എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു. അത് വലിയ ഒരു അനുഭവമായിരുന്നു സാറേ. അത് നമുക്ക് പ്രകൃതിയെ പിടിച്ചു കെട്ടാൻ സാധിക്കും, പക്ഷേ ഒരു മനുഷ്യന്റെ മനസ്സിനെ പിടിച്ചു കെട്ടാൻ വലിയ പ്രയാസമാണ്. പ്രകൃതിയെ പിടിച്ചു കെട്ടാൻ പറ്റും, കാറ്റിനെയും മഴയും സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ആകും. പക്ഷെ ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് നമ്മുടെ പവർ കൊടുക്കണമെങ്കിൽ നമ്മൾ അവിടെ നന്നായി പവർഫുൾ ആയിരിക്കണം. നമ്മുടെ തലയിലെ എല്ലാ സംഗതികളും അതെന്റെ സാറിന്റെ കയ്യിൽ നിന്നാണ് കിട്ടിയത്. മാത്രമല്ല സാറിന് കൊച്ചു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞിരുന്നു എനിക്കൊരു ഗുരുവിനെ വേണമെന്ന് പറഞ്ഞായിരുന്നു. ആ ഗുരുവിന്റെ ഒരു ചിത്രം എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഒരു സന്യാസിയപ്പോ ഒരു ഗുരുവിനെ എനിക്ക് വേണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഇപ്പൊ ആധുനികമായ ലോകത്തിലെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയുന്ന ഒരു ഗുരു തന്നെയല്ല. സാറിന്റെ മുടി വരെ ഞാൻ ചിത്രം വെച്ചിരുന്നു. എങ്ങനെ ആയിരിക്കണം ഞാൻ ഉദ്ദേശിക്കുന്ന ആളിന്റെ മുടി ചെയ്യേണ്ടത്, ആ ആൾ എങ്ങനെയായിരിക്കും പ്രസന്നമായിട്ടുള്ള വചനം, എനിക്ക് അതെല്ലാം കിട്ടി. കാരണം മുടിയുടെ കാര്യം പറയാൻ, എന്റെ മകൻ ആദ്യം 10ാം ക്ലാസ് വരെ ഇതുപോലെ മുടി ചെയ്യുമായിരുന്നു. അപ്പോൾ അവനെ എല്ലാ ടീച്ചർമാരും വളരെ അപ്രീഷിയേറ്റ് ചെയ്തു. ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, എല്ലാവർക്കും നന്നായിട്ട് പറഞ്ഞു. കാരണം അതുപോലത്തെ സ്വഭാവം. അവൻ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 കയറിയപ്പോൾ അവൻ മുടി ചീവാതെ ചപ്പറമായിട്ട് പോയപ്പോൾ കുറച്ചു ദിവസം കഴിഞ്ഞ ബെഞ്ചിന്റെ ബാക്കിൽ പോയപ്പോ അവനോട് ടീച്ചർ 2 ദിവസം കഴിഞ്ഞപ്പോ ചോദിച്ചു, കഞ്ചാവാണോ എന്ന്. പക്ഷെ അതാ മാറ്റം. ആ മുടിയിലല്ല, അവന് സ്വഭാവം നല്ല തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് അവനോട് ഒരു പെൺകുട്ടി ചോദിച്ചു, നിന്നെ എനിക്ക് വലിയ പേടിയായിരുന്നടാ, ഞാൻ ഓർത്ത് നീ കഞ്ചാവായിരിക്കുമെന്ന്. മാറ്റം. ആ മുടിയിലുള്ള വ്യത്യാസം, എന്തുമാത്രം വ്യത്യാസം മനസ്സിലായി. അപ്പൊ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരാളാണ് ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഗുരു. ഒരുപാട് നന്ദി, വളരെ നമസ്കാരം സാറേ. അതെനിക്കൊരു വലിയ അനുഭവമാണ്. താങ്ക് യു വെരി മച്ച്. ശ്രീജ, ഈ പറഞ്ഞ കാര്യം, ലാസ്റ്റ് പറഞ്ഞ കാര്യം വളരെ കൃത്യമാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആരെങ്കിലും ഫോളോ ചെയ്താൽ മതി. നമ്മൾ ഇൻസ്റ്റയിൽ ഈ ഒരു കാര്യം ഇട്ടപ്പോഴ് പിള്ളേര് കമന്റ്, എനിക്കൊന്ന് 1 മില്യൺ ആയി കാണുന്നു ആ വ്യൂസ്. പിള്ളേര് അതിന് താഴെ കമന്റ് ഇതേപോലെയാണ്. സാറേ, ജീവിതത്തിൽ ഒറ്റ ലഹരി ഉപയോഗിക്കാത്ത എന്നെ നാട്ടിൽ വിളിക്കുന്ന പേര് കഞ്ച. ജീവിതം അങ്ങനെ മുടി നീട്ടി വളർത്തി കഞ്ച. അതങ്ങനെ സമൂഹം അങ്ങനെ ലേബൽ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അത് ആ ഒറ്റ വീഡിയോ തന്നെ ആൾക്കാർ എത്രയായിരം കമന്റ്, എനിക്കൊന്ന് 7,000 സംതിങ് കമന്റുകൾ ആ ഒരു വീഡിയോക്ക് താഴെയുണ്ട്. ഇതേ സെയിം ടോപ്പിക്കാണ് പറഞ്ഞിരിക്കുന്നത്. മുടി വളർത്തിയാൽ കഞ്ചയാണ്. അത് കാലഘട്ടത്തിന്റെ ഒരു പോക്കാണ്. താങ്ക് യു വെരി മച്ച് ശ്രീജ. ഏതായാലും താങ്ക് യു. ഏതായാലും നിങ്ങൾ എന്നെ വരച്ചു വെച്ചു എന്ന് പറയുമ്പോൾ എനിക്കും അത് എന്താ പറയാ, ചേർത്ത് നിർത്തുന്നു, അത്രേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ താങ്ക് യു വെരി മച്ച്. പറഞ്ഞോ ഷെമി, പറഞ്ഞോ, പെട്ടെന്ന് പറഞ്ഞോ. നമുക്ക് നമസ്കാരം സാർ. എനിക്ക് വീഡിയോ ആക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഓക്കെ, ഷെമി വീഡിയോ പറഞ്ഞോ. ഇതാക്കാത്തത്. ഷെമി ക്ഷമയോട് എനിക്കിന്നൊരു അനുഭവം ഉണ്ടായിട്ട് പറയാനായിട്ടത്. ഞാനൊരു 6 മാസം മുമ്പ് എന്റെ ഒരു ബിസിനസിന്റെ കച്ചവടത്തിന്റെ ആവശ്യത്തിലേക്കായിട്ട് ഒരു യൂണിറ്റിൽ, അതായത് ഒരു കമ്മിറ്റിയിൽ ഞാൻ ഒരു അപേക്ഷ കൊടുത്തിരുന്നു. എന്റെ ഒരു ധനസഹായത്തിന് വേണ്ടിയിട്ടായിരുന്നു. അതിനവരെന്നെ ഒരു ഇന്റർവ്യൂ പോലെ വിളിച്ച് എന്റെ കാര്യങ്ങളെല്ലാം എന്റെ അടുത്ത് സംസാരിച്ചിരുന്നു. പക്ഷെ പിന്നീട് അതിനെക്കുറിച്ചൊന്നും ഒരറിവോ കാര്യങ്ങളോ ഒരു വിളിയോ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ അതെനിക്ക് പറഞ്ഞു തന്ന ആളെടുത്ത് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, വിളിക്കും, നമുക്ക് വെയിറ്റ് ചെയ്യാം, നോക്കാം എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഞാനത് അങ്ങോട്ട് വിട്ടു. ഞാൻ സത്യം പറഞ്ഞാൽ എന്റെ മനസ്സിൽ നിന്ന് അത് പോയി. അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് ഓർമ്മ എന്നൊന്നും ഇല്ലാണ്ടായി. പക്ഷെ ഇന്ന് അപ്രതീക്ഷിതമായിട്ട് എനിക്കൊരു വിളി വന്നു അവിടുന്ന്. ഷെമിയല്ലേ, ഇങ്ങനെ ഷോപ്പ് നടത്തണതിനെ കുറിച്ചിട്ടൊരു അപേക്ഷ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു, അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ നിങ്ങളുടെ അപേക്ഷ ഞങ്ങൾ എടുത്തിട്ടുണ്ട്, അത് കമ്മിറ്റിയിലേക്ക് വെക്കുകയാണ് ട്ടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെന്നെ വിളിച്ചത്.
ബാക്കിയുള്ള കാര്യങ്ങള് വഴിയെ അറിയിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് ആ ഒരു വിളിയും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അത് ഓർമ്മ തന്നെ ഇല്ല. ആ ഒരു സംഭവം ഞാൻ എന്നിൽ നിന്ന് അവിടെ വിട്ടു പോയതാണത്. പക്ഷെ That's ഇന്ന് good. അങ്ങനെ ഒരു സന്തോഷ വാർത്ത എനിക്ക് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് എന്നിലേക്ക് എത്തും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. എത്തിയതിന് താങ്ക് നന്ദി. യു. അത് എത്തിയതിന് നന്ദി. അതെ, എത്തിയതിന് നന്ദി. ഓക്കെ, താങ്ക് യു. സുധാ ഹരിഹരൻ പെട്ടെന്ന് പറഞ്ഞോ. സുധാ ഹരിഹരൻ ഇല്ലേ? വനജാദേവി അൺമ്യൂട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? ഞാൻ ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. ആ സാറേ എനിക്ക് വീഡിയോ ഞാൻ ജോലിയിലാണ് വന്നത്. സാറേ സുധ ഉണ്ട്. സുധ പറ. ആ സാറേ ഞാൻ സാറിനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ നമ്മ ഇത് പഠിക്കുമ്പോഴേക്കും, അതായത് മെഡിറ്റേഷൻ പഠിക്കുമ്പോഴേക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് അത് പഠിച്ചു വരണം എന്ന് പറഞ്ഞ് സാറിന്റെ അടുത്ത് എനിക്ക് പറഞ്ഞിരുന്നു. അപ്പൊ എനിക്ക് അതേമാതിരി തന്നെ സാറിന്റെ അടുത്ത് നിന്ന് കുറേ നല്ല നല്ല കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ വേണ്ടി പറ്റി. അത് മാത്രമല്ല ഒത്തിരി കാര്യങ്ങൾ എനിക്ക് നടന്നു കിട്ടിയെന്ന് തന്നെ പറയാൻ പറ്റും. അതേപോലെ ഒരു 90% റിസൾട്ട് നിൽക്കുന്ന കുറേ കാര്യങ്ങൾ അന്ന് സാറിന് പറഞ്ഞത് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. അങ്ങനെ അതിനുശേഷം ഞാനിപ്പോ എനിക്ക് പഠിച്ചതിന് ശേഷം എനിക്ക് ഇപ്പൊ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴേക്കും ഈ നമ്മൾ പൊട്ടി ബിന്ദു വെക്കുന്നതിന്റെ മേലിലായിട്ട് ഇങ്ങനെ തിക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് അപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്തതിന് ഉടനെ അങ്ങനെ വരുന്നു അല്ലാണ്ട്. അത് എന്താണെന്ന് എനിക്ക് അറിയില്ലത്. അതുകൊണ്ട് എന്താ കുഴപ്പം? അല്ല, അത് വേറെ മോശം. അതിനൊരു പേടി എന്താ? നമുക്ക് സംഭവിക്കുന്നതെല്ലാം മോശത്തിനാണല്ലോ. അല്ല, അത് നമുക്ക് അറിയില്ലല്ലോ. അല്ല, അതല്ല സാറോട് ചോദിച്ചു, ഗുരുവല്ല പറഞ്ഞു തരേണ്ടത്. ശരിയാണ്, നമ്മൾക്ക് അറിയാത്തതെല്ലാം മോശമാവാനാണല്ലോ സംഭവിക്കുന്നത്. അല്ല, എനിക്ക് എല്ലാവരും സാറ് ഇതുപോലെ ഒരു ഗുരുവിനെ ജന്മത്തിൽ കിട്ടും കേട്ടോ. ആർക്കും ആദ്യം ഒത്തിരി കാര്യങ്ങൾ സാറേ, ഒത്തിരി കാര്യങ്ങൾ അത് എനിക്ക് പറയാനേ കുറെ പറയാനുണ്ട്. പക്ഷെ വളരെ നന്നായിട്ട് ഞാൻ വിചാരിച്ച കാര്യങ്ങളും അല്ലാത്തതും, പക്ഷെ ഭയങ്കര മെന്റൽ പവർ കിട്ടി. ഒരു എന്താണ് ക്ലാരിറ്റി, ലൈഫിന് ക്ലാരിറ്റി കിട്ടി. അതാണ് മെയിൻ. താങ്ക് യു. അതൊന്ന് ക്ലിയർ ആക്കി പറഞ്ഞു പോട്ടെ. നിങ്ങൾ പറഞ്ഞ ചോദ്യം ഞാൻ തമാശ രൂപത്തിലല്ല നിങ്ങളോട് അതിന്റെ ഒരു മറുപടി പറഞ്ഞത്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, നമ്മളെപ്പോഴും നേരത്തെ ഞാൻ ആരോ ഗ്രൂപ്പിൽ ഒരു വോയിസ് ഇട്ടതിന്റെ അതും ഞാൻ ശ്രദ്ധിച്ചു. സി, നമുക്കൊരു കാര്യം അറിയില്ല എന്നതിന്റെ അർത്ഥം അത് എന്തെങ്കിലും അബദ്ധം സംഭവിക്കുന്നു എന്ന് ചിന്തിക്കുന്നത് തെറ്റല്ലേ? അങ്ങനെ ഒരിക്കലും സംഭവിക്കും. കാരണം നമുക്ക് അറിയാത്ത ഒരുപാട് സംഭവങ്ങൾ ഈ ലോകത്തുണ്ട്. അതെല്ലാം തെറ്റാണെന്ന് നമുക്ക് പറയാൻ ഒരിക്കലും പാടില്ല. അപ്പോ അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അൺനോൺ ആണ്. കാരണം എനിക്കത് ശരിയാണോ എന്ന് അറിയില്ല, തെറ്റാണോ എന്ന് അറിയില്ല. പക്ഷെ ഞാൻ അതിന്റെ വിറ്റ്നസ് ആണ്, ഞാൻ അതിന്റെ സാക്ഷിയാണ്. ഈ സംഭവിക്കുന്നതിന് ഞാൻ സാക്ഷിയാണ്. പൊതുവെ നമുക്കറിയാലോ, സാക്ഷിയാകുന്ന ഒരാൾക്ക് യാതൊരു തരം വിഷയങ്ങളും എവിടെയും വരുന്നില്ല. ഹീസ് ആൻ ജസ്റ്റ് എ വിറ്റ്നസ്. നമ്മുടെ ലൈഫിനെയും ഇങ്ങനെ മാത്രമേ കാണാവൂ. ലൈഫ് ലെഫ്റ്റിലെയും റൈറ്റിലെയും പോകും. യു സ്റ്റേ ഇൻ ദ മിഡിൽ. നമ്മൾ ആ മിഡിൽ നിന്നുകൊണ്ട് സാക്ഷിയായി കാണുക. എല്ലാം അനുഭവിക്കേണ്ടത് അനുഭവിക്കുക, അറിയാണ്ടത് അറിയാതിരിക്കുക. എല്ലാം അറിയാനും നമുക്ക് പറ്റില്ല, എല്ലാം അറിയാതിരിക്കാനും നമുക്ക് പറ്റില്ല. അതിനെ അങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് ഒന്നിനെയും, നേരത്തെ പറഞ്ഞ ആത്മാർത്ഥത എന്ന് പറയുന്ന, നേരത്തെ ഇങ്ങനെ ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു എനിക്കറിയുന്നത് ഞാൻ പറയുമെന്ന് ഒരാൾ പറഞ്ഞു. അത് തെറ്റാണോ ശരി? എന്നിട്ട് അടുത്ത ഡയലോഗ്, അത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഒരു കാര്യം പറയുന്നു, അതിന്റെ തെറ്റും ശരിയും നമ്മൾ തന്നെ വിശകലനം ചെയ്യുകയാണെങ്കിൽ അത് തെറ്റായിരിക്കാം എന്നുള്ള ഇന്റൻഷനിലേക്ക് നമ്മൾ കൊണ്ടുപോയി അതിന്റെ മീനിങ് തെറ്റാണെന്നാണ്. കാരണം മനസാക്ഷിയിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ അതിൽ ഫോക്കസ് ചെയ്ത് മനസ്സിൽ നിന്ന് പറയുന്നു. അതിന് തെറ്റും ശരിയും വ്യാഖ്യാനിക്കാൻ മറ്റൊരാൾക്ക് അധികാരമേ ഇല്ല. അങ്ങനെ പറയാൻ പറ്റില്ല. അത് ഒറ്റ കാര്യമുള്ളൂ, ഈ വേൾഡിൽ ശാശ്വതമായ ഒരു ശരിയോ ശാശ്വതമായ ഒരു എന്താ പറയാ തെറ്റോ ഇല്ല. ഇതെപ്പോഴും മാറിക്കൊണ്ടിരിക്കും. രണ്ടും കണ്ടീഷൻസ് ആണ്, ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോ നമ്മൾക്ക് എന്ത് സംഭവിക്കുന്നു? സ്പിരിച്വാലിറ്റി, ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വന്നതിന്റെ അർത്ഥം ഞാൻ ഒന്ന് പറയാം. തേർഡ് ഐ വൈബ്രേറ്റ് ചെയ്യുന്നത് എന്തെങ്കിലും സംഭവിക്കാനാണോ? തേർഡ് ഐ വൈബ്രേറ്റ് ചെയ്യുന്നത് സ്പിരിച്വാലിറ്റിയുടെ ഒരു സിമ്പിൾ പോയിന്റ് മാത്രമാണ്.
ആയിരക്കണക്കിന് ഘടകങ്ങൾ കടന്നുപോയാൽ മാത്രമേ സ്പിരിച്വാലിറ്റിയിൽ എത്താൻ പറ്റുള്ളൂ. അതിൽ തേർഡ് ഐ ഒരു ചെറിയ ഘടകം മാത്രമാണ്. അപ്പൊ അതിലേക്ക് പോകണ്ട. പക്ഷെ സ്പിരിച്വാലിറ്റി തന്നെ 2 തരത്തിലുണ്ട്. പോസിറ്റീവ് സ്പിരിച്വാലിറ്റി ഉണ്ട്, നെഗറ്റീവ് സ്പിരിച്വാലിറ്റി ഉണ്ട്. നിങ്ങൾക്ക് രണ്ടിൽ ഏത് വേണമെങ്കിലും എടുക്കാം. രണ്ടും തെറ്റല്ല. കാരണം അത് ഉപാസിക്കുന്ന രീതി അനുസരിച്ച് മാറി മാറി വരും. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും നമുക്ക് എവിടെയും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എന്താണ് നമ്മൾ ചെയ്യുന്നത് അത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അതിൽ ഫോക്കസ് ചെയ്യുക, മുന്നോട്ട് പോകുക, ശുഭാപ്തി വിശ്വാസത്തോടുകൂടി എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകാൻ നടക്കും. വനജാദേവി എന്താ പറയാമെന്ന് പറഞ്ഞോ? താങ്ക് യു വെരി മച്ച്. അല്ല സാറേ, എനിക്ക് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റില്ല, ഞാൻ പണിയിലാണ് എപ്പോഴും. എനിക്ക് മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞോണ്ട് എനിക്ക് തിരക്കായി എന്ന് പറയാം. അതിന് സാറിനോട് നന്ദി പറയാണ്. കാരണം അച്ചാറിന്റെ ഓർഡർ അത് ഒരുപാട് വരുന്നുണ്ട്. ചെമ്മണ്ണൂരിന്റെ ക്യാഷ് എനിക്ക് ഒരുപാട് ഡെയിലി അങ്ങനെ ഒരു കമ്മീഷനായിട്ട് ഡെയിലി 1000 രൂപ വരെ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അച്ചാറിന്റെ ഓർഡറും അതേപോലെ കിട്ടുന്നുണ്ട്. അതൊന്ന് സന്തോഷം പറയാൻ വേണ്ടിട്ട് വെരി ഗുഡ്, വെരി ഗുഡ്. അത് ഇനിയും ഇങ്ങനെ അവിടെ പ്രവഹിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ 4-5 ജോലിക്കാരെ വെച്ച് അത് ചെയ്യുന്ന ഫോട്ടോ എനിക്ക് അയച്ചു തരുന്നത് മാത്രമേ ഞാൻ ഒന്ന് കണ്ണ് തുറക്കുള്ളൂ മുഴുവനായിട്ട്. ഓക്കെ സാർ, താങ്ക് യു. അല്ല, ഞാൻ മുമ്പൊക്കെ എനിക്ക് ക്ഷീണമായിരുന്നു. ഇപ്പൊ എനിക്ക് ടൈം ഉണ്ട്. സാർ ഈ പറഞ്ഞതുകൊണ്ടായിരിക്കാം. മറ്റേ ഞാൻ 4 മണിക്ക് എണീക്കും. എന്നിട്ട് ഞാൻ പോകുമ്പോഴേക്കും പണി ഒന്നും ഒരുങ്ങാണ്ട് ടെൻഷൻ അടിച്ചിട്ടാ ഓടിയിരുന്നത്. പൈസ കിട്ടും, പക്ഷെ ടെൻഷൻ ആയിരുന്നു എനിക്ക്. ഞാൻ 6:30 എണീക്കും, മെഡിറ്റേഷൻ കഴിയും, പിന്നെ പോയി വൈകുന്നേരം വിശ്രമിക്കും, എന്നിട്ട് വീണ്ടും ജോലി ചെയ്യും. അതിന് എനിക്ക് വേണ്ടി ഞാൻ സമയം എടുക്കുന്നുണ്ട് ഇപ്പൊ. ഇനി പണ്ട് കാലത്ത് ഞാൻ എങ്ങനെയായിരുന്നു എന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല, അതല്ല വെറുതെ ഞാൻ പറഞ്ഞതാണ്. അത് വീണ്ടും വീണ്ടും പിന്നെ തികട്ടി വരുന്നുണ്ടല്ലേ? ഇല്ല സാറേ, അതല്ല, ഉറപ്പായിട്ട് ഞാൻ പറയില്ല. തികട്ടി വരരുത്. സോറി. ഓക്കെ, ലിൻസി ഇത്തിരി വേറൊന്നുമില്ല, അത്യാവശ്യം പറയാനില്ലല്ലോ. ആരുണ്ട്? പെട്ടെന്നുണ്ട്. മോളി എന്താ പറയാൻ വന്നത്? മോൾക്ക് എന്തോ പറയാനുണ്ടെന്നിട്ട് മെസ്സേജ് അയച്ച്. മോളി എന്താ പറയാനല്ലേ? പെട്ടെന്ന് വാ മോളി. സാർ, എനിക്ക് ഇന്ന് ഓഫർ ലെറ്റർ വന്നായിരുന്നു. ഞാൻ നാളെ പറഞ്ഞില്ല അൽബേനിയയിലേക്ക് പോകുന്നതാണ്. കിട്ടിയോ? വിസ കിട്ടിയിട്ടില്ല, ഓഫർ ലെറ്റർ എത്തി. എന്നെ അത് വലിയ കാര്യല്ലേ? സന്തോഷമായി. വരട്ടെ, അടുത്ത ഓഫർ ലെറ്റർ കൂടി വരുമ്പോ അടുത്ത കൂടി പറയാ. ജനുവരി 1 ആവുമ്പോ പോവാന്ന് പറഞ്ഞു. വെരി ഗുഡ്, ആശംസകൾ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, ഇനി ആരുമില്ലല്ലോ? പറ. മല്ലിക മനോഹരൻ പറയൂ. സാറേ, ആദ്യമായിട്ട് സാർ നമസ്കാരം. നന്ദി. എനിക്ക് സുഖം പ്രാപിച്ചതിന് നന്ദി. ഈശ്വരനും സാറിനും മഹാദേവനും സാറിനും നന്ദി. സാറേ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇങ്ങനെ കാർഡിക ഇത് വന്നു കഴിഞ്ഞ 1-ാം തീയതി. അന്ന് 19-ാം തീയതി മുതൽ പിന്നെ എല്ലാ ടെസ്റ്റ് എല്ലാം ചെയ്തപ്പം വിഷയം തന്നെ ഉണ്ടായി. വിഷയമായിരുന്നു. വിഷയത്തിന് മരുന്ന് കഴിച്ചോണ്ടിരുന്നു. അറ്റോർമാസ്റ്റിനും ആസ്പിരിനും എല്ലാം. ഇന്നിപ്പോ ഞാൻ എഴുതിയും വെച്ചു. സാറ് പറഞ്ഞ 1-2 എഴുതി ഞാൻ അഫർമേഷനും എഴുതി വെച്ചു. എന്റെ ടെസ്റ്റ് ചെയ്യുമ്പോ എന്റെ രോഗം മാറി എന്നുള്ളത്. സാറേ, ഇന്ന് ഞാൻ TMT ടെസ്റ്റും എക്കോയും TMT ടെസ്റ്റ് ചെയ്ത് അടുത്ത് ചിലപ്പോ എന്നോട് പറഞ്ഞു, ഇനി വരുമ്പോ ഒരു നോട്ട് ബുക്ക് മേടിച്ചോണ്ട് വരണം. അതിനകത്താണ് ഇനി എഴുതേണ്ട കാര്യങ്ങളെല്ലാം എന്നത്തേക്കും വേണ്ടതാ. അതുകൊണ്ട് ഞങ്ങൾ വെളുപ്പിനെ 5:45 ഹോസ്പിറ്റലിൽ തന്നെ OP എടുക്കണമെങ്കിൽ 150 പേർക്കേ കിട്ടത്തുള്ളൂ. 14-ാമത്തെ നമ്പരും എനിക്ക് കിട്ടി. ഞാൻ ചേട്ടൻ പോയപ്പോഴത്തേന് ബുക്ക് മേടിച്ചുകൊണ്ട് വന്നു. TMT ടെസ്റ്റും ചെയ്ത് അത് അവിടെ ടെസ്റ്റ് ചെയ്തപ്പോ പറഞ്ഞു, ചേച്ചിക്ക് എന്തൊരു കോൺഫിഡൻസ് ചേച്ചി, ഇങ്ങനെ നിന്ന് ആരും ഇതുകൊണ്ടൊക്കെ നിന്ന് ചെയ്തിട്ടില്ലല്ലോ ചേച്ചി എന്ന് പറഞ്ഞ ആ കുട്ടി പറഞ്ഞു. അത് കഴിഞ്ഞ് ആ ടെസ്റ്റിന്റെ റിസൾട്ടുമായിട്ട് ഡോക്ടറെ ചെന്നപ്പോഴേ കയറി കാണാൻ പറ്റി. കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനിയും മല്ലിക ഒരു മരുന്നും കഴിക്കണ്ട, മല്ലികയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല. പിന്നെ ഒരു എക്കോ ഒന്ന് എടുത്തോന്ന് പറഞ്ഞു. അതിന് ഡേറ്റ് എടുത്തോണ്ട് പോണോന്ന് പറഞ്ഞു എക്കോയ്ക്ക്. ഉടനെ ഞാൻ അവിടുന്ന് ഞാനും ചേട്ടനും കൂടെ എക്കോ എടുക്കുന്നിടത്ത് ചെന്നപ്പം ഡേറ്റേ കിട്ടത്തുള്ളൂ ഡോക്ടർ പറഞ്ഞു. അവിടെ ചെന്നപ്പോ ആ കൊച്ചിനോട് ചോദിച്ചു, ആന്റി ഇന്ന് എക്കോ എടുക്കണോന്ന്. ഞാൻ പറഞ്ഞു, എടുക്കണം മോളായിരുന്നു. ആ എക്കോയും എടുത്ത് കാണിച്ചപ്പോ ഇനി ഞാൻ മരുന്ന് കഴിക്കണ്ടെന്ന് പറഞ്ഞു. സാറിനെ ഒത്തിരി നന്ദി. സാറിന് എന്നെയും ചേട്ടനെ സാറിന്റെ കൂടെ ചേർക്കണമെന്ന് സാർ പറഞ്ഞില്ലേ ഒന്നും. ഇത് എനിക്ക് എത്ര പറഞ്ഞിട്ടും മതിയാണ്.
എന്റെ തീർച്ചയായും. എനിക്ക് സുഖം താങ്ക് യു. പ്രാപിച്ച എന്റെ വിഷയമെല്ലാം മാറിയതിന് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പുറകെ വന്നോളും ഓക്കെ, ശരി. എന്നുള്ള താങ്ക് യു. എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും. കീപ് ഇറ്റ് അപ്പ്. ഒന്നുമില്ല, നമ്മളന്ന് പറഞ്ഞതാണ്, ഒന്നുമില്ല. നിങ്ങൾ നല്ല ആ ശുഭാപ്തി വിശ്വാസത്തോട് മുന്നോട്ട് പോകുക. പൂർണ്ണമായും എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് നന്ദി മാറ്റപ്പെട്ടിരിക്കുന്നു. നന്ദി സാറേ, നന്ദി ഒത്തിരി ഒത്തിരി ഒത്തിരി. സാറാ എന്നെ ഈ പരുവാക്കി കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, എവിടെയെങ്കിലും പോയെങ്കിൽ കിടക്കും, പിന്നെയും പോയിരിക്കും, ആരെയും കാണണമെന്നില്ല. എല്ലാം സാറിന്റെ ഈ യൂട്യൂബ് ചാനലിൽ കൂടെയാണ് ഞാൻ എല്ലാം കണ്ടത്. പിന്നെ ഇപ്പൊ ക്ലാസ് 2 ആയതേ ഉള്ളൂ സാറിന്റെ ക്ലാസ്സിൽ കയറിയിട്ട്. ഇനി പോയി അവിടെ കിടക്കില്ലല്ലോ, ഇനി കിടക്കില്ലല്ലോ, എന്താ സാർ? ഇനി അവിടെ എവിടെയും പോയി കിടക്കില്ല. പൂർണ്ണ ആരോഗ്യവതിയാണ്. ഇല്ല, ഞാനെങ്ങും പോയി കിടക്കത്തില്ല. ശരി, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇനി എല്ലാവരും സംസാരിക്കാൻ നമ്മൾ ക്ലാസ്സിലേക്ക് പോകാൻ പറ്റില്ല. പറഞ്ഞോ ലിസി പോൾ കാര്യം പറയാനുണ്ട്. പെട്ടെന്ന് പറഞ്ഞു ലിസി പോൾ, പെട്ടെന്ന് പറഞ്ഞോ. ലിസി പോൾ പെട്ടെന്ന് പറ. ഇല്ലേ, പറയേണ്ടത് പറഞ്ഞിട്ട്. സജീവ് ജി പറയാൻ പറഞ്ഞോ. സജീവ്, ഞാൻ പറഞ്ഞോട്ടെ. സജീവ് ജി. ഞാൻ ഒരു വിഷൻ ബോർഡുമായി ബന്ധപ്പെട്ട് ഒരു മാറ്റർ സാറ് വായിക്കാൻ വേണ്ടിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വിഷൻ ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് വിഷൻ ബോർഡിന്റെ ക്ലാസ്സിൽ പറയാട്ടോ. അല്ല, ഞാൻ ക്ലാസ്സിൽ ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ സാറിനോട് ചോദിച്ചത്. വിഷൻ ബോർഡ് ഇല്ലല്ലോ ഇവിടെ. പറ, പെട്ടെന്ന് പറ. അല്ല, ആ ക്ലാസ് ഞാനില്ല, അതുകൊണ്ടാണ്. ഞാൻ അതുകൊണ്ട് ഒരു മാറ്റർ ആ ഗ്രൂപ്പിൽ അതൊരു മാറ്റർ ഇട്ടായിരുന്നു. സാറ് വായിച്ചു കാണുമെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ അതിന്റെ ഒരു വ്യക്തമായിട്ട് ഇത് അറിയാൻ വേണ്ടിയാണ്. അങ്ങനെ മതിയോ എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ വേണ്ടിയാണ്. അതിനകത്ത് നോക്കാം. ശാന്ത എന്താ പറയാ? ഓക്കെ, ശരി. പറയാണ്ട് പെട്ടെന്ന് പറഞ്ഞോ. കുറെ ബാക്കി ഒരുപാട് ക്ലാസ്സിന് വേണ്ടി ഒരുപാട് കാത്തിരിക്കുന്നുണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ സാർ. നമസ്കാരം. ഞാൻ കോഴിക്കോടാണ്, കോഴിക്കോട് കൊയിലാണ്ടിയാണ് സാർ. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് സാറിന് ക്ലാസ് കാണാൻ പറ്റിയെന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നാളെ മോളൊരു ഫീസ് അടയ്ക്കേണ്ട ഒരു ഡേറ്റ് ആണ്. ഒരു 50% ഓക്കെയാണ്. പക്ഷെ നാളേക്ക് അത് ഇന്ന് ഫസ്റ്റ് ടൈം ആണ് എന്റെ ക്ലാസ്. അപ്പം നാളത്തേക്ക് അത് 100% ഓക്കെ ആവും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഞാനിപ്പോ ഈ ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ വെയിറ്റ് ചെയ്യൂ. കുറച്ച് നേരം വേണ്ട ഒരു സാധനം ഇവിടെ കിട്ടും. അത് പ്രാക്ടീസ് ചെയ്തോളൂ. ഇന്നത് നിങ്ങൾക്കുള്ള ക്ലാസ് ആണ്. താങ്ക് യു സർ. താങ്ക് യു. കൊയിലാണ്ടിക്കാർ നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. കൊയിലാണ്ടി പ്രഖ്യാപിക്കേണ്ടി വരും. അത്രയും ആൾക്കാർ കൊയിലാണ്ടി നിന്നുണ്ട്. നമ്മള് കൊയിലാണ്ടി എന്ന് പറയുമ്പോ എല്ലാരും അൺമ്യൂട്ട് ചെയ്യും. എത്ര ആൾക്കാരുണ്ട്. താങ്ക് യു. ശരി, വേറൊന്നുമില്ല. അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇല്ല, ഇനി ബാക്കി നാളത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന ഇതൊന്ന് 11 തവണ പറഞ്ഞു നോക്കിയേ എന്നുള്ളത്. എന്തായിരിക്കും നമ്മൾ 11 തവണ പറയാൻ പോകുന്നത്? എന്തായിരിക്കും അതിലൂടെ സംഭവിക്കുന്നത്? ഇത് കേൾക്കാനും ഇതറിയാനും തയ്യാറായിട്ട് നിങ്ങൾ 325 പേരിൽ 324 പേരിൽ, ഞാനൊന്ന് ഓർമ്മല്ലേ, 323 പേരിൽ 323 നല്ല നമ്പർ അല്ലേ? ഈ 323ൽ ഇതൊന്ന് പറഞ്ഞു നോക്കിയാൽ, 11 തവണ പറഞ്ഞു നോക്കിയാൽ അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാർ മാത്രം അവരവർ തയ്യാറാണ്, സന്തോഷത്തോട് തയ്യാറാണെന്ന് ടൈപ്പ് ചെയ്യുക. സന്തോഷത്തോട് തയ്യാറാണ്. ഇല്ലാത്തവർ പറയരുത്. അപ്പൊ ഏകദേശം ഒരു 10-25 ആൾക്കാർ എനിക്ക് കിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ബാക്കിയുള്ള വെറുതെ ഇരിക്കാണ് ഇവിടെ. നോക്കട്ടെ എത്ര വരുന്നെന്ന്. നമ്മുടെ ക്യാപ്സൂൾ പൊട്ടിക്കോ. സന്തോഷത്തോടു കൂടി തയ്യാറാണ്. ഹാപ്പി, ഐ എം റെഡി വിത്ത് ഹാപ്പി ആൻഡ് റെഡി. യെസ് പറക്കുന്നുണ്ട്. ഇതെനിക്ക് ഇതിന് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വേണം. ഈ ടൈപ്പിംഗ് ഭാഗം റെക്കോർഡ് ചെയ്യണം. അത് എങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഇത് കിട്ടിയാൽ മനോഹരമായിരിക്കും. നമ്മുടെ നിങ്ങളെല്ലാവരും ഇന്നത്തെ ഈ ക്ലാസ് നാളെ യൂട്യൂബിലും കൂടി കാണണേ. കാരണം വെച്ചാൽ ഇന്ന് ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റില്ല. പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ യൂട്യൂബിലും കൂടി വീഡിയോ കാണണം കേട്ടോ. അവിടെ നിങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വ്യൂസ് ഒന്ന് അപ്പാവും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ്. ശരിക്കും പറഞ്ഞപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് ഇത്രയും കാണുന്ന ആൾക്കാർ, സ്ഥിരമായി കാണുന്ന ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നിട്ട് യൂട്യൂബ് ഇന്നലെ റിമൈൻഡർ തന്നിരുന്നു. പല ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ചാനൽ കാണുന്ന ആൾക്കാർ. അപ്പൊ അതൊന്നും എല്ലാവരും ശ്രദ്ധിച്ചേക്കണേ.
നമ്മളെല്ലാവരും ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ഈ മാസം നമുക്ക് 25-ാം തീയതിക്ക് മുമ്പ്, ഡിസംബർ 25-ാം തീയതിക്ക് മുമ്പിൽ 50 ക്ലോസ് ചെയ്യാം. സബ്സ്ക്രിപ്ഷൻ 50 ക്ലോസ് ചെയ്യാൻ എല്ലാവരും ഹെൽപ്പ് ചെയ്യണം. ഞാൻ പൊതുവെ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറയാറില്ല, പക്ഷെ ഈ മാസം ക്രിസ്മസിന് നമുക്ക് 50 ആക്കണ്ടേ, അപ്പോഴല്ലേ ക്രിസ്മസിന് സുഖം ഉണ്ടാവുള്ളൂ. 50 കീഴിൽ കൊണ്ടെത്തിച്ചാൽ നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാം. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്നുകൂടി ഓർത്തോളൂ, എന്നിട്ട് ടൈപ്പ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ 185 ആൾക്കാരോളം ഹാപ്പിയാണ്, ബാക്കിയുള്ളവരിൽ നിന്ന് റെഡി അല്ല എന്ന് പറഞ്ഞത്. അവരിവിടെ ഓണാക്കി വെച്ച് പോയി എന്നാണോ എന്റെ അർത്ഥം? അല്ല. ആഹാ, അവിടെ ചാറ്റ് ബോക്സിലും പോയി പറഞ്ഞു. ഓക്കെ, ശാലിനി എപ്പോഴും തയ്യാറാണ്. ശാലിനി ഓൾവേസ് റെഡി. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ബാക്കിയുള്ളവരെല്ലാവരും റെഡി ഉണ്ടോ? റെഡി ഇല്ല. എന്തായാലും ഞാനൊന്ന് 11 പ്രാവശ്യം നിങ്ങൾക്ക് ഉള്ള ഒരു ടെക്നിക്ക് തന്നിട്ടേ പോകുള്ളൂ. 100% ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന, നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനത്തെ കിട്ടാനുള്ള ടെക്നിക്ക്. പക്ഷെ പറയുന്നതിന് മുമ്പ് അല്ലെ, ആ ടെക്നിക്ക് നേരെ കേട്ടത് കൊണ്ട് കാര്യമുണ്ടോ? ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് അറിയണ്ടേ? എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയണ്ടേ? എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അറിയണ്ടേ? നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മളിവിടെ ഏതൊരു കാര്യം പറയുമ്പോഴും അതിന് വ്യക്തമായി ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന തരത്തിൽ അതിനെ ആവർത്തിച്ച് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്. എങ്ങനെയാണ് സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാം ചെയ്യുന്നത്? നമ്മൾ ഇന്നലെ പറഞ്ഞതാണല്ലേ, ഇന്നലെ മിനിഞ്ഞാന്നത്തെ ക്ലാസ്സിലായി പറഞ്ഞത്. ആവർത്തനത്തിലൂടെ, നമ്മുടെ വിവേകപൂർവ്വ ലക്ഷ്യബോധത്തിലൂടെ, ചിന്താധാരയിലൂടെ, നമ്മുടെ വികാര വായ്പോടെ നമ്മൾ അതായി തീരുമ്പോൾ മാത്രമാണ് സബ് കോൺഷ്യസ് മൈൻഡ് അത് പ്രോഗ്രാം ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ മൈൻഡിനെ പ്രോഗ്രാം ചെയ്തെടുക്കും. നമുക്ക് ഒരു കാര്യം മറ്റു സിമ്പിൾ ആയിട്ട് പറയാം. നിങ്ങളൊക്കെ 10ാം ക്ലാസ്സിലും അല്ലെങ്കിൽ അതിന് മുമ്പേയൊക്കെ മാത്തമെറ്റിക്സ് ഒക്കെ പഠിക്കും. എല്ലാ ക്ലാസ്സും മാത്തമെറ്റിക്സ് പഠിക്കുമ്പോൾ ഈ ഫോർമുലകളൊക്കെ നിങ്ങൾ എങ്ങനെയാ പഠിച്ചു വെച്ചത്? ബൈഹാർട്ടല്ലേ? പറഞ്ഞു 100 പ്രാവശ്യം 200 പ്രാവശ്യം പറഞ്ഞിട്ടല്ലേ പഠിച്ചു എല്ലാവരും. അതിനാണ് അധികം ആൾക്കാരും പഠിച്ചിട്ടുണ്ടാവുക. അതേപോലെ ആവർത്തനം, റിപ്പീറ്റേഷനിലൂടെ മാത്രമാണ് നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിന് ഇടയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നില്ല, കാരണം എല്ലാ ദിവസത്തെയും ഞാൻ പറയുന്നു, ഊർജത്തെ പറ്റി പറയുന്നു. ഊർജം എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ നിന്നും പുറത്തോട്ട് പോകുന്നതെന്നും അതെങ്ങനെയാണ് യൂണിവേഴ്സൽ ടു അലൈൻ ആകുന്നതും ആ അലൈൻമെന്റ് മറ്റൊരു ഊർജത്തിൽ പോയി എങ്ങനെ യോജിക്കുന്നു എന്നതിനൊക്കെ പറ്റി വിശദമായിട്ടൊക്കെ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്. ഡൗട്ട് ഉള്ളവർ അത് പോയി ഒന്ന് നോക്കുക. അത് പക്ഷെ അവിടെയും ചിലവർക്ക് ഈ പറഞ്ഞ പോലെ ഈ ഊർജം പോകുമ്പോൾ ഊർജം കൃത്യമായി പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. അവർക്ക് അവരുടെ മൈൻഡിനെ പ്രോഗ്രാം ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം മൈൻഡിൽ നിന്ന് കൊടുക്കുന്ന ക്ലാരിറ്റി ഇല്ലാത്ത തോട്ട്സുകളാണെങ്കിൽ അതിന്റെ ഉപോൽപ്പന്നമായി വരുന്നത് തോട്ട്സ് ആണ്. അത് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. എനിക്ക് ഭയങ്കര സന്തോഷത്തോടെ പറയാം, ഇന്നോടൊരു ഒരാൾ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. നമ്മുടെ 2020 മെഡിറ്റേഷൻ നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടാവും അല്ലെ? ചെയ്തവർക്ക് എല്ലാവർക്കും ആർക്കും മറക്കാൻ പറ്റാത്തൊരു സാധനമാണ് 2020 മെഡിറ്റേഷൻ. അതിൽ ഞാൻ നിങ്ങളുടെ സ്ത്രീകളോട് മാത്രമായിട്ടൊരു രഹസ്യം പറയാം. കാരണം രഹസ്യം അന്ന് പറയാത്തൊരു രഹസ്യമാണ്. സ്ത്രീകളോട് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഈ ലോകത്തിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ദേവത ഏതാണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയും? ഈ പ്രപഞ്ചത്തിനെ നയിക്കുന്നത് ദേവനാണോ ദേവതയാണോ എന്ന് ചോദിച്ചാൽ അതിൽ ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടാവും. എന്നാലും നമുക്കതിന്റെ ഒരു ചൈതന്യത്തെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഈ പ്രപഞ്ചം ചലിക്കുന്നത് അമ്മയിൽ നിന്നാണ്, ദേവിയിൽ നിന്നാണ്, അല്ലെങ്കിൽ അല്ലെ ദേവതയിൽ നിന്നാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, നമ്മുടെ ഐശ്വര്യപൂർണമായി ഏത് കാര്യത്തെയും കണക്ട് ചെയ്യുന്നത് നമ്മുടെ ദേവതാ സങ്കല്പവുമായിട്ടാണ്, ദേവി സങ്കല്പവുമായിട്ടാണ്. ഭാരത സംസ്കാരത്തിൽ മാത്രമല്ല എല്ലായിടത്തും അല്ലെ. അതുകൊണ്ട് തന്നെ മാതാവിനെ പൂജിക്കാനൊക്കെ പറഞ്ഞത് അല്ലെ. എല്ലാത്തിനും എടുത്തിന് ഫിമെയിൽ ഡിവൈൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. തന്ത്രത്തിലൊക്കെ പറയുന്ന കാര്യമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ എപ്പോഴും ഈ 2020 മെഡിറ്റേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ എൻ്റെ തോട്ടിൽ പെട്ടെന്ന് വന്നൊരു സാധനമായിരുന്നു, ദേവി ആയിരിക്കണം അതിന്റെ സിസ്റ്റം, ദേവി ബേസ് ആയിരിക്കണം. ഇന്നൊരാളത് പറയുകയും ചെയ്തു. അപ്പോഴാണ് എനിക്ക് വീണ്ടും ഞാൻ അതിനെ നിങ്ങൾ ഓപ്പൺ ആക്കി. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയാണ്,
ആ ദേവീ സങ്കല്പത്തിലുള്ള നമ്മൾ മെഡിറ്റേഷൻ ചെയ്തത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ നമ്മുടെ ഏറ്റവും റിസൾട്ട് ഉണ്ടാക്കിയ സാധനമാണ്. 500 ആൾക്കാരോളം പങ്കെടുത്ത ഒരു വലിയൊരു കോഴ്സായിരുന്നു അത്. 3 ദിവസമേ ഉള്ളൂ. പിന്നെ ഞാനത് വീണ്ടും നിർത്തിവെച്ചു. പിന്നെ നമ്മൾ 7 എലിമെന്റ്സ് മെഡിറ്റേഷൻ ചെയ്തു. ഇപ്പൊ നമ്മൾ അതിലും അമേസിംഗ് ആയിട്ട് റിസൾട്ടുകൾ നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവുന്ന കരുതുന്നു. ബാക്കിയുള്ളവരൊക്കെ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ ശേഷം ചെയ്തു വരാം. അപ്പൊ ഈ 2020 മെഡിറ്റേഷൻ വീണ്ടും നമുക്ക് വീണ്ടും ചെയ്യണം. ഒരുപാട് ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട്. അത് 2020 മെഡിറ്റേഷൻ ഈ മാസം 20-ാം തീയതി തന്നെ നമ്മൾ തുടങ്ങുന്നു. നിങ്ങൾ വളരെ ചെറിയ കാശ് മാത്രമേ ഉള്ളൂ നമ്മൾ വാങ്ങിക്കുന്നുള്ളതിന്. അത് നിങ്ങൾ എല്ലാവരും ചേരുക. കാരണം ഇത് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു അടിസ്ഥാന തത്വത്തിൽ ബേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതിന് ഞാൻ ദേവി സങ്കല്പവും വിഷൻ ബോർഡും വിഷ്വലൈസേഷനും ഇന്റൻഷനും ഒക്കെ കണക്ട് ചെയ്തതുകൊണ്ടാണ് ഈ റിസൾട്ട് ഇങ്ങനെ വരുന്നത്. അപ്പോ ദിവസവും അത് പ്രാക്ടീസ് ചെയ്യാത്തവർ, ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ ഇനിയിപ്പോ ജോയിൻ ചെയ്തോളുക. എന്നിട്ട് 20-ാം തീയതി നമുക്ക് അതിന്റെ സമയം കൂടി പറഞ്ഞു തരാം. രാത്രി മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. രാത്രി മാത്രമേ ഇത് ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് 9 മണിക്ക് ശേഷം 9:30 9 മണിയാണോ നമുക്ക് ചെറിയ മാറ്റം വരും. വന്ന് അത് കഴിഞ്ഞ് നേരെ കിടന്നുറങ്ങുക എന്നതാണ് സങ്കല്പത്തിൽ. അപ്പൊ ഇതിന് ദേവീ സങ്കല്പം പറയുമ്പോൾ നമുക്ക് മതാധിഷ്ഠിതമായി ആരും ചിന്തിക്കരുത്. കാരണം അങ്ങനെ ഒരു സങ്കല്പമേ അതിനകത്തില്ല. കാരണം മാതാവില്ലാതെ ആദിപരാശക്തി ഇല്ലാതെ ഈ ലോകം ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതിന് നിങ്ങൾ ഏത് രീതിയിൽ എടുത്താലും അതിന്റെ സങ്കല്പം ഇത്രയേ ഉള്ളൂ. അതിന്റെ പ്രൈസ് നമ്മൾ തീരുമാനിച്ചത് 888 രൂപയാണ്. ഇത്രയും കുറഞ്ഞ പൈസ. കഴിഞ്ഞ പ്രാവശ്യം 999 ആയിരുന്നു അല്ലേ? ഞാൻ കുറച്ച് എടുത്താണ്. കാരണം നമ്മൾ എല്ലാത്തിലും അതില് ഡിവൈൻ നമ്പറുകളാണ് നമ്മൾ ഇപ്പോൾ എല്ലായിടത്തും ഉപയോഗിക്കുന്നത്. അപ്പൊ ഒരു 999 നമ്മളിപ്പോ ലോ ഓഫ് അട്രാക്ഷൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിചാരിച്ചു നമുക്ക് അബൻഡൻസിന്റെ നമ്പർ ആയ 888 വെക്കാമെന്ന്. അങ്ങനെ ഓരോ നമ്പർ ഇപ്പൊ അത് പറഞ്ഞു വരുന്നപ്പോ ഇവിടത്തെയും നമ്പർ അത് തന്നെയാണ്, 333. ഇതൊക്കെ ഭയങ്കര കോയിൻസിഡൻസ് ആയി സംഭവിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഈ ഏഞ്ചൽ നമ്പറുകള് വളരെ 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 കോയിൻസിഡൻസ് ആയി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇത് ലൈഫിൽ നമുക്ക് സംഭവിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ നിങ്ങളോട് ഒരൊറ്റ ഒരു ടെക്നിക്ക് പറഞ്ഞു അല്ലെ, യൂട്യൂബിലൊക്കെ ഇട്ടിരുന്നു, ലോ ഓഫ് അട്രാക്ഷന്റെ ടെക്നിക്ക് 1 to 1 to. കണ്ട അത് കിട്ടിയപ്പോ എത്ര ആളാണ് കാശ് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എത്ര പേർക്കാ പൈസ കിട്ടിയത്. ഒറ്റ ടെക്നിക്ക്. ഞാൻ 2 ദിവസമായിട്ട് അത് ഫുൾ സക്സസ് ആണ്. ഇന്നും അതെ ഇന്നലെയും അതെ. 2 ദിവസവും എനിക്ക് ഫുൾ സക്സസ് ആണ്. ഇന്നും ഞാൻ ഉദ്ദേശിച്ച കാശ് കിട്ടി, ഇന്നലെയും കിട്ടി. ഇനിയിപ്പോ വിഷയം എന്ന് വെച്ചാൽ എനിക്ക് എന്താ പറയാ, ഞാൻ ഇനിയിപ്പോ ഇത് എന്താണ് അടുത്ത് വിചാരിക്കേണ്ടത് എന്നുള്ള അറിയാം. 2020 മെഡിറ്റേഷൻ പ്രൈസ് 888 രൂപയാണ് സിദ്ധിക്ക്. 888. ഇപ്പൊ തന്നെ ആ നമ്പർ അയച്ചോളൂ. നിങ്ങൾ ജോയിൻ ചെയ്യുന്നവർ ജോയിൻ ചെയ്തോളൂ കേട്ടോ. ഇത്രേ ഉള്ളൂ, വളരെ കൃത്യമാണ്. അപ്പോ നമ്മളിത് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ബാക്കി നമ്മുടെ ഡെയിലി മെഡിറ്റേഷൻസ് ഒക്കെ എല്ലാവരും പറയുന്നത് എല്ലാ ദിവസവും നമ്മൾ മെഡിറ്റേഷൻസ് ഉണ്ട്. അതിൽ നല്ല നല്ല റിസൾട്ടുകൾ ആൾക്കാർ എടുക്കുന്നതിൽ ഞാൻ സന്തോഷവാനാണ്. കാരണം നമ്മളിവിടെ രാവിലെ എഴുന്നേറ്റ് നിങ്ങളെ കൂടെ ഇരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ഏതോ നമുക്ക് നൽകുന്ന ശക്തി നിങ്ങളിലേക്ക് ഇങ്ങനെ പ്രവഹിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകുന്നു. അപ്പൊ ഞാനൊരു വെറും ഒരു ചാലകമായി നിൽക്കുക മാത്രമേ എനിക്ക് പറ്റുള്ളൂ. ഞാൻ വെറും ഒരു വിറ്റ്നസ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിറ്റ്നസ് മാത്രമാണ്. എന്നിലൂടെ അത് സംഭവിക്കുന്നുള്ളൂ. ഞാനതൊന്നുമല്ല, എനിക്കൊന്നും ഒരു കഴിവുമില്ല. ഞാൻ വെറുതെ നിന്ന് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ദൈവത്തിന്റെ കടാക്ഷമാണ്. അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു എന്ന് മാത്രമാണ് എനിക്കതിൽ പറയാം. അപ്പൊ നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അതിന് എങ്ങനെയാണ് നമുക്ക് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. എന്തായിരിക്കും നമ്മുടെ ആഗ്രഹങ്ങൾ എന്ന് ആദ്യം തീരുമാനിക്കണ്ടേ? നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ആദ്യം നമുക്കുണ്ടാവേണ്ട കാര്യം, വീണ്ടും പറയുന്നു, വീണ്ടും 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 പറയുന്നു, നമുക്കുണ്ടാവേണ്ട കാര്യം ലക്ഷ്യബോധമാണ്. നമ്മുടെ കൃത്യമായ ആവശ്യം എന്താണെന്ന് നമ്മൾ നിർണയിക്കുക എന്നതാണ്. അതുണ്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. നാളത്തേക്ക് നിങ്ങൾക്ക് 25,000 50,000 രൂപ വേണം എന്നുള്ള ലക്ഷ്യമാണ് നിങ്ങൾക്കുള്ളത്. അല്ലെങ്കിൽ നാളെ മുതൽ എന്റെ ഓഫീസിൽ ഇത്ര രൂപ കച്ചവട ബിസിനസ് ഉണ്ടാവണം എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, അല്ലെങ്കിൽ എന്റെ ശരീരത്തിലുള്ള അല്ലെങ്കിൽ ഞാൻ പൂർണ്ണ ആരോഗ്യവാനും ആരോഗ്യവതിയായിരിക്കണം എന്നാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ 10 15 നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട്
നടത്തിയെടുക്കാനുള്ള ഒരു ടെക്നിക്കാണെന്ന് പഠിപ്പിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഒറ്റ കാര്യം മാത്രം നിങ്ങൾ വിശ്വസിച്ച് തീരുമാനിച്ചാൽ മതി. ഒന്ന്, നിങ്ങൾക്ക് വ്യക്തമായ ഒരു ആവശ്യം ഉണ്ടായിരിക്കണം. കള്ളമാവരുത്. എനിക്ക് നാളെ രാവിലെ എഴുന്നേറ്റ് എന്നെ 50 ലക്ഷം രൂപ ലോട്ടറി അടിക്കണം എന്നുള്ള പോലെ ചിന്തകൾ നല്ലതാണ്, പക്ഷേ ലോട്ടറി എടുക്കാൻ മറന്നു പോകരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നാളെ രാവിലെ ഇന്ന് എന്റെ ഗവൺമെന്റ് എംപ്ലോയി ആയി എന്റെ ശമ്പളം ഇപ്പോൾ 36,000 രൂപയാണ്, നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ 75,000 രൂപയായി കൂടണമെന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നത് കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കണം, പിണറായി വിജയൻ സഖാവ് എല്ലാ ദിവസവും ഫ്രീ അല്ല, നിങ്ങളുടെ ഫയലിൽ ഒപ്പിടാൻ സമയമെടുക്കും എന്ന് കൂടി ഓർമ്മിക്കണം. എങ്കിൽ മാത്രമേ നടക്കുള്ളൂ. ഇങ്ങനെയുള്ള നമ്മൾ യാഥാസ്ഥികത ഇല്ലാത്ത കാര്യങ്ങളെ വെച്ചുകൊണ്ട് പറഞ്ഞേക്കരുത്. കാരണം ഇന്നൊരാൾ എന്നോട് പറഞ്ഞതാണ്, എനിക്ക് മറ്റന്നാൾ മുതൽ ജോലി കിട്ടണമെന്ന്. അങ്ങനെ കിട്ടില്ല. അതിന് അതിൻ്റെതായ പ്രൊസീജിയർ ഉണ്ട്. നിങ്ങളുടെ വൈബ്രേഷൻ ഫ്രീക്വൻസി, നിങ്ങളിലുള്ള എന്താ പറയാ ഇംപ്യൂരിറ്റീസ് റിമൂവ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുള്ളൂ. ആ ജോലി കിട്ടാൻ തത്തുല്യമായ എനർജി, നിങ്ങൾക്ക് ആ ജോലിക്ക് തത്തുല്യമായ എനർജി നിങ്ങളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ജോലി നിങ്ങൾക്ക് കിട്ടാവൂ. അല്ലെങ്കിൽ കിട്ടിയാൽ ആ ജോലിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതിരുന്നാൽ ഏച്ചുകൂട്ടിയത് എന്താ പറയാ മുഴുത്ത് നിൽക്കും എന്ന പോലെ അവസ്ഥയായിരിക്കും എന്ന് എപ്പോഴും ഓർക്കുക. അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണോ നമുക്ക് ആവശ്യമുള്ളത് അതിന് തത്തുല്യമായ വൈബ്രേഷൻ ഫ്രീക്വൻസി നമ്മളിൽ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ എങ്ങനെയാണ്? അപ്പോൾ മാത്രമേ അത് യാഥാർത്ഥ്യമാവുള്ളൂ. അത് നമുക്ക് ശാശ്വതമായി നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇന്നലെ ഒരാൾ പറഞ്ഞ പോലെ ബ്ലേഡ് പണക്കാരനും മറ്റെല്ലാം പണക്കാരനാണ്, അവൻ സമ്പന്നനാണല്ലോ സാറേ എന്ന് പറഞ്ഞാൽ വളരെ തെറ്റാണ്. അവൻ സമ്പന്നനല്ല, അവൻ പണക്കാരനാണ്. പണക്കാരൻ വേറെയാണ്, സമ്പന്നൻ വേറെയാണ്. രണ്ടാണ്. അത് മനസ്സിലാക്കുന്നത് പോലെ നമുക്ക് ജോലി മാത്രം ഉണ്ടായത് കൊണ്ട് ഒരു കാര്യമില്ല. സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ജോലി. അപ്പോൾ അതിന് തത്തുല്യമായ എനർജി നമ്മൾ ഉണ്ടാക്കുക തന്നെ വേണം. അതിന് നമ്മൾ എനർജി കൂട്ടുകത്താൻ മാത്രമേ വഴിയുള്ളൂ നിലവിലുള്ള. അപ്പൊ എനർജി കൂട്ടാൻ നിൽക്കുകയാണെങ്കിൽ എന്നാ പിന്നെ പ്രോട്ടീനുള്ള കുറച്ച് ഫ്രൂട്ടോ അല്ലെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സോ കുറച്ച് നന്നായിട്ട് 2 പ്രാവശ്യം, ഇപ്പൊ ഒരു പ്രാവശ്യം മാത്രമേ ഭക്ഷണം കഴിക്കൂ, ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നു, നമുക്ക് ഉച്ചയ്ക്ക് നാളെ 2 പ്രാവശ്യം ചോറ് കഴിച്ചു കളയാം, ചായ 3 പ്രാവശ്യം കുടിച്ച് കളയാം. എനർജി കൂട്ടാൻ സാറ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ എനർജി അല്ല ഈ എനർജി, അത് വേറെ എനർജി, ഇത് വേറെ. അത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ള എനർജി കുറയുള്ളൂ എന്നുള്ള വെറുതെ ഒന്ന് മനസ്സിലാക്കി തരുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ നമ്മളുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട്, അപ്പോഴും ഉണ്ട്. എനർജി എന്ന് പറയുന്നത് അതല്ല, ദാറ്റ് ഈസ് എ ഇമോഷൻ ആണ്. ഇമോഷനിലൂടെ മാത്രമാണ് എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അറിയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് കൃത്യമായ ലക്ഷ്യമുണ്ടെങ്കിൽ ഈ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്, ഞാൻ കുറച്ച് വാക്കുകൾ പറയാം, നിങ്ങൾക്ക് ആവശ്യമുള്ളതിൽ നിന്ന് സെലക്ട് ചെയ്തെടുത്തിട്ട് നിങ്ങളുടെ ആവശ്യത്തിന്, ഞാൻ ഉദാഹരണം നിങ്ങൾക്ക് വേണ്ടി ഉദാഹരണമായിട്ട് പറയുന്ന ചില വാക്കുകൾ, ചില വേർഡ്സുകൾ ഉണ്ട്, അത് നിങ്ങൾ എടുത്തോളുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഉപയോഗിക്കാം, ഏത് ടെക്നിക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മാത്രം പെട്ടെന്ന് പറഞ്ഞു. അങ്ങനെ കൂടുതൽ സമയം എടുത്ത് ഞാൻ ക്ലാസ് എടുക്കുന്നില്ല, കുറച്ച് സമയം പറയാം. കാരണം ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന കോൺസെപ്റ്റാണ്, നിങ്ങൾക്ക് ചെയ്യാവുന്നത്. പക്ഷെ മറക്കാതെ എപ്പോഴും പൂർണ്ണമായ വിശ്വാസത്തിൽ മാത്രമേ ചെയ്യാവൂ. ഒരു കടുക് മണിയോളം, കടുകിനകത്ത് പൈസ വെച്ചാലും പൈസ ലഭിക്കും എന്ന് പറഞ്ഞ പോലെ, ഒരു കടുക് മണിയോളം നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുക, ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെയാണ്. ഇതേപോലെ ഒരാൾ പറഞ്ഞു, സാറേ എനിക്ക് ഇന്നൊരാൾ പറഞ്ഞാൽ, ലതയാ പറഞ്ഞാലേ, സാറേ എനിക്ക് ഡൗട്ട്, എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, എല്ലാവർക്കും കിട്ടുന്നു സാറേ, എനിക്കെന്താ കിട്ടാത്തത്? പക്ഷെ എനിക്ക് കിട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ആഹാ ഇത് എല്ലാവർക്കും കിട്ടുന്ന സാധനമാണ്, ഞാനൊന്ന് വിശ്വസിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. അതുപോലെ ഇതുവരെ അങ്ങനെയായിരുന്നു, എല്ലാവർക്കും കിട്ടുന്നു, എനിക്കെന്ത് കിട്ടുന്നില്ല, എനിക്ക് കിട്ടുന്നില്ല എന്നുള്ള കൺഫ്യൂഷൻ സ്റ്റേജായിരുന്നു. എനിക്ക് കിട്ടും എന്ന് തോന്നിയത് കിട്ടുകയും ചെയ്തു. കിട്ടിയപ്പോൾ മനസ്സിലായി ഇത് കിട്ടുമെന്ന് ഉറപ്പിച്ചത് കൊണ്ടാണ് എനിക്ക് കിട്ടിയെന്ന് മനസ്സിലായി. വളരെ സന്തോഷമാണ് കാര്യം കേൾക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എവിടെ, എപ്പോഴാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം, എന്നിട്ട് ഞാൻ വാക്കുകൾ പറഞ്ഞുതരാം. എല്ലാവരും ശ്രദ്ധിച്ചു വെക്കുക, അല്ലെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു ലക്ഷ്യം, ഒരാഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ നാളെ രാവിലെ പെട്ടെന്ന് സംഭവിക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സംഭവിക്കാനുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ട ഇത്രയാണ് കാര്യം: സ്വസ്ഥമായ ഒരു സ്ഥലത്ത് പോയിരിക്കുക. സ്വസ്ഥമായ ഒരു സ്ഥലത്ത് പോയിരിക്കുക എന്ന് പറയുമ്പോൾ, നമ്മൾ മുമ്പ് ഒരു തീരുമാനം എടുത്തിരുന്നു, ഐ ഹാവ് മൈ ഓൺ സ്പേസ്. എല്ലാ ദിവസവും എനിക്ക് എന്റേതായ ഒരു സ്ഥലമുണ്ട്, എന്റേതായ സമയമുണ്ടെന്ന് തീരുമാനം എടുത്തവർക്ക് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അവർ അവരുടെ അതേ സ്ഥലത്ത് പോയിരിക്കുക, അത് ചെയ്യുക. ഇതുവരെ അങ്ങനെ ഒരു സ്ഥലം കണ്ടെത്താത്തവർ ഇന്ന് മുതൽ കണ്ടെത്തുക. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടേതായ ഒരു സമയം വേണം, ഒരു സ്പേസ് വേണം. വീട്ടിൽ എവിടെയാണോ
ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ വാഴയുടെ തണ്ടിന്റെ അടിയിൽ ഇരുന്നാലും മതി, അല്ലെങ്കിൽ തെങ്ങിന്റെ മരട്ട് പോയിരുന്നിട്ട് അതിന് തെങ്ങിനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു ഐ ലവ് യു തെങ്ങ് എന്ന് പറഞ്ഞാൽ 4 തേങ്ങ കൂടുതൽ കിട്ടും എന്ന് പറഞ്ഞ പോലെ സ്വസ്ഥമായി ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം നിങ്ങൾ കണ്ടെത്തുക. എപ്പോഴും തേങ്ങ വീഴാതെ സൂക്ഷിക്കണം, അവിടെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ നിങ്ങൾ സ്വസ്ഥമായിരിക്കുക. അതിനുശേഷം ശാന്തമായ എവിടെയാണോ ബെഡ്റൂം ആയാലും ശാന്തമായ ഒരു സ്ഥലത്ത്, ഒരു ഉപദ്രവവും എവിടെയും ഇല്ലാത്തൊരു സ്ഥലത്ത് വേണം ഇരിക്കാൻ എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ആരൊക്കെ ബെഡ്റൂം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാട്ടോ. സ്വസ്ഥമായി ഇരിക്കാൻ നോക്കുക. എന്നിട്ട് ചെയ്യേണ്ടത് ദീർഘമായി 3 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം എടുക്കുക. ദീർഘമായ 3 പ്രാവശ്യം സ്വസ്ഥമായ ശ്വാസോച്ഛ്വാസം എടുക്കുക. അതിനുശേഷം എന്താണോ നമ്മുടെ ആഗ്രഹം, എന്താണോ എനിക്ക് നേടേണ്ടത്, അത് വ്യക്തമായി മനസ്സിൽ കൊണ്ടുവരിക. വളരെ വ്യക്തമായി മനസ്സിൽ കൊണ്ടുവരിക. അത് ഒരു തരത്തിലുള്ള വെട്ടുതിരുത്തലുകളോ സങ്കോചങ്ങളോ സംശയങ്ങളോ ഒന്നുമില്ലാത്ത രീതിയിലുള്ള ഒരു സാധനം, ഒരു സംഭവം, എന്താണോ 1 2 സംഭവങ്ങൾ കൃത്യമായി മനസ്സിൽ കൊണ്ടുവരിക. അത് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ കൊണ്ടുവരും. അതിനുശേഷം ഇതിനെ കൃത്യമായി ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇന്ന് രാവിലെ മെഡിറ്റേഷനിൽ പഠിപ്പിച്ച പോലെ നിങ്ങൾ അത് വർത്തമാന കാലത്തിൽ അനുഭവിക്കുന്നത് പോലെ അത് കൺമുന്നിൽ കാണുക. ചില ആൾക്ക് വിഷ്വലൈസേഷൻ നടത്താൻ സാധിക്കാതിരിക്കും, കുഴപ്പമില്ല. അത് കൃത്യമായി ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ആ ഒരു പ്ലാൻ മനസ്സിൽ കൃത്യമായി കൊണ്ടുവരിക. അത് അനുഭവിക്കുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക. അതിനുശേഷം നമ്മൾ കൃത്യമായി ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കണ്ണുകൾ അടക്കുക. കണ്ണുകൾ അടച്ചോ തുറച്ചാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇതിപ്പോ ഞാൻ പറയുന്നത് വായിക്കാനുണ്ടെങ്കിൽ കണ്ണുകൾ തുറന്ന് വായിക്കാം, അല്ലെങ്കിൽ കണ്ണുകൾ അടച്ച് കൃത്യമായി പറയാം. വികാരത്തോടുകൂടി, അതേ ഫീലിങ്ങിനോടുകൂടി നിങ്ങൾക്ക് ആവശ്യമുള്ള ആ കാര്യത്തെ പറയുക. അഫർമേഷൻസ് പോലെ പറയുക. ഞാൻ ഉദാഹരണത്തിന് 1 2 എണ്ണം 6 8 എണ്ണം പറയാം. ഇതിൽ നിങ്ങൾ എഴുതിയെടുത്തോളൂ. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ വേറെ വേണമെങ്കിൽ വേറെ എടുക്കാം. ആ അഫർമേഷൻ റിപ്പീറ്റഡ് ആയിട്ട് 11 തവണ ആവർത്തിക്കുക. ഇത്ര മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾ ആ സംഭവത്തെ വിട്ടുകൊടുക്കുക. പിന്നെ നിങ്ങൾ ഒന്നും ചെയ്യണ്ട. പതുക്കെ 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 ഇത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നത് കാണാം. സിംഗിൾ കാര്യത്തിലാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് എനിക്കിത് 10,000 രൂപ കിട്ടി എന്നാ പറയുന്നെങ്കിൽ നിങ്ങൾക്കത് സംഭവിക്കും. ഞാൻ ധനം എളുപ്പത്തിൽ ആകർഷിക്കുന്നു എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും പണം വന്നുകൊണ്ടേയിരിക്കും. വാക്ക് 1 2 9 എണ്ണം ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം, എഴുതി വെച്ചോളൂ. 1 ധനത്തെ പറ്റി സംബന്ധിച്ചാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ ഏത് വേണം ഉപയോഗിച്ചോളൂ, അതിൽ തെറ്റില്ല. പക്ഷെ ഞാൻ കോമൺ ആയിട്ടുള്ള കുറച്ച് അഫർമേഷൻസാ പറയുന്നത്. ഞാൻ ധനം എളുപ്പത്തിൽ ആകർഷിക്കുന്നു. ഇതിങ്ങനെ കണ്ണടച്ച് നിന്നിട്ട് പൂർണ്ണമായ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഞാൻ എളുപ്പത്തിൽ പണം ആകർഷിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ പണം നിങ്ങളിലേക്ക് വരുന്നതും പല ആള് പല വഴിയിലൂടെ, പല സന്ദർഭങ്ങളിലൂടെ, സാഹചര്യങ്ങളിലൂടെ, വ്യക്തികളിലൂടെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണോ എന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ ഇടുന്നത് അതുപോലെ ഗുരുദക്ഷിണയായിട്ട് നിങ്ങൾക്ക് അയക്കുന്ന കാശ് അയക്കുന്ന എങ്ങനെയാണ് അതുപോലെ പല വഴികളിലൂടെ നിങ്ങൾക്ക് കാശ് വരുന്നതായിട്ട് സങ്കല്പിക്കുക. ആ സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുക, ഞാൻ ധനം എളുപ്പത്തിൽ ആകർഷിക്കുന്നു. ഞാൻ പറഞ്ഞപ്പോ ഷർമിള അത് കയറി പിടിച്ചു. തമാശയല്ല, ഞാനിപ്പോ വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. നോക്കട്ടെ എന്റെ വിഷ്വലൈസേഷൻ എത്ര കണ്ട് വർക്ക് ചെയ്യുന്നു. ഇത് കഴിഞ്ഞ ഉടനെ നിങ്ങൾ എന്റെ ഗൂഗിൾ പേയിലേക്ക് എന്റെ ഗൂഗിൾ പേ ആക്കി ധനം ആകർഷിക്കില്ലയോ നോക്കാം. ഓക്കെ, കൃത്യമായി. രണ്ടാമത്തെ അത് ഒരു അഫർമേഷൻ ഒന്നുകൂടി എഴുതി വെച്ചോ. ഞാൻ ധനം എളുപ്പത്തിൽ ആകർഷിക്കുന്നു. അത് 11 തവണ താങ്ക് യു എന്ന് 3 തവണ താങ്ക് യു പറഞ്ഞുകൊണ്ട് പറയുക. അതിങ്ങനെയാണ്. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ പണം എളുപ്പത്തിൽ ആകർഷിക്കുന്നു. താങ്ക് യു. ഞാൻ പണം എളുപ്പത്തിൽ ആകർഷിക്കുന്നു. താങ്ക് യു. ഞാൻ എളുപ്പത്തിൽ പണം ആകർഷിക്കുന്നു. താങ്ക് യു. ഇങ്ങനെ 11 തവണ റിപ്പീറ്റ് പറയുക. അതിന് അവിടേക്ക് പിന്നെ നിങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ട ആവശ്യമില്ല. ഒറ്റ തവണ ഒരു ദിവസം ചെയ്താൽ മാത്രം മതി. അല്ലെങ്കിൽ നമ്മൾ ആരോഗ്യത്തെ പറ്റിയിട്ടാണ് പറയുന്നതെങ്കിൽ എന്റെ ശരീരം സമ്പൂർണ്ണ ആരോഗ്യത്തോടെയും സമ്പൂർണ്ണ ആരോഗ്യത്തിലും ഊർജത്തിലും നിറഞ്ഞിരിക്കുന്നു. താങ്ക് യു. എന്റെ ശരീരം സമ്പൂർണ്ണ ആരോഗ്യത്തിലും ഊർജത്തിലും നിറഞ്ഞിരിക്കുന്നു. ഇത്
കാണാതെ പഠിക്കാവുന്നേ ഉള്ളൂ അല്ലെ, എഴുതി വായിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്റെ ശരീരം സമ്പൂർണ്ണ ആരോഗ്യത്തിലും ഊർജത്തിലും നിറഞ്ഞിരിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു എന്ന് പൂർണ്ണമായി 11 പ്രാവശ്യം പറയും. അല്ലെങ്കിൽ മറ്റൊരു ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് എടുക്കാവുന്ന അഫർമേഷനാണ് പൂർണ്ണ ആരോഗ്യം എന്റെ സ്വാഭാവിക അവസ്ഥയാണ്, അതിന് നന്ദി, നന്ദി, നന്ദി. പൂർണ്ണ ആരോഗ്യം എന്റെ സ്വാഭാവിക അവസ്ഥയാണ്, അതിന് നന്ദി, നന്ദി, നന്ദി. ഞാൻ എന്റെ ജീവിതത്തിൽ മികച്ച തീരുമാനങ്ങൾ എടുക്കുന്നു. കൺഫ്യൂഷൻസ് ഉണ്ടാവുന്ന ആൾക്കാരില്ലേ, എപ്പോഴും ജീവിതത്തിൽ കൺഫ്യൂഷൻസ് ഉള്ള ആൾക്കാർക്ക് എടുക്കാൻ പറ്റുന്ന അഫർമേഷൻ ആണ് ഞാൻ എന്റെ ജീവിതത്തിൽ മികച്ച തീരുമാനങ്ങൾ എടുക്കുന്നു, നന്ദി, നന്ദി, നന്ദി. ഞാൻ എന്റെ ജീവിതത്തിൽ മികച്ച തീരുമാനം, ഏതെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു അസന്നിഗ്ധ ഘട്ടമായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമായി കല്യാണം കഴിക്കാനായിട്ട് പയ്യൻ വന്ന് കണ്ടുപോയതായിരിക്കും, കഴിക്കണോ കഴിക്കേണ്ടതെന്നുള്ള തീരുമാനം എടുക്കാനായിരിക്കും, അല്ലെങ്കിൽ പെണ്ണ് കണ്ടു വന്നതായിരിക്കും, എക്സാം എഴുതി എക്സാമിനോട് ആണെങ്കിൽ എക്സാമിനാണ് പറഞ്ഞത് കേട്ടോ, എക്സാം പറഞ്ഞു. അപ്പൊ അങ്ങനെ ആയിരിക്കും. അങ്ങനെ ഏതാണെങ്കിലും നിങ്ങൾക്ക് ഉചിതമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാൾക്ക് കിട്ടാനുള്ള കാശ് കിട്ടുമോ കിട്ടില്ല എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പറയാം ഞാൻ എന്റെ ജീവിതത്തിൽ മികച്ച തീരുമാനങ്ങൾ എടുക്കുന്നു, അതിന് നന്ദി, നന്ദി, നന്ദി. ഞാൻ എക്സാമിനാണെങ്കിൽ ഇങ്ങനെ എഴുതാം, ഞാൻ എന്താ പറയാ, എക്സാമിന് എനിക്ക് പോയല്ലേ, ഞാൻ പൂർണ്ണ സംതൃപ്തിയോടുകൂടി എഴുതുന്ന ഈ എക്സാം എനിക്ക് ഒരു മിനിറ്റ് റെഡിയാക്കി തരാം. എക്സാം ഞാൻ പൊതുവെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഞാൻ എന്നിൽ പൂർണ്ണമായി വിശ്വസിക്കുക. കടം വീടിക്കോ കുഴപ്പമില്ല. ഞാൻ എന്നിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ഞാൻ എഴുതുന്ന എല്ലാ പരീക്ഷകളിലും ഞാൻ പാസ്സാവുകയും ചെയ്യുന്നതിന് നന്ദി. ഞാൻ എന്നിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ഞാൻ എഴുതുന്ന എല്ലാ പരീക്ഷകളിലും ഞാൻ വിജയിക്കുകയും ചെയ്യുന്നതിന് നന്ദി, നന്ദി, നന്ദി. എന്റെ വീട് വിൽക്കാൻ ഞാൻ എന്ത് എഴുതാം? നിങ്ങളുടെ വീട് വിൽക്കുന്നതിന് നന്ദി എഴുതിക്കോളൂ. ഈ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. നിങ്ങൾ എപ്പോഴും ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. വിവാഹം നടക്കുന്ന കാര്യം ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, തൊട്ടു മുമ്പേ പറഞ്ഞല്ലോ. എന്റെ വിവാഹമാണെങ്കിൽ എന്റെ വിവാഹം സന്തോഷത്തോടും സമാധാനത്തോടും കൂടി നടന്നതിൽ നന്ദി, നന്ദി എഴുതാലോ. അയ്യോ, ഇങ്ങനെ ചോദിച്ചാൽ എല്ലാവർക്കും അഫർമേഷൻ ഞാനിപ്പോ പറഞ്ഞ ക്ലാസ് ചെയ്തില്ലേ? ഓക്കെ. എന്റെ ജീവിതത്തിൽ ഇനി ജീവിതത്തെ പറ്റിയിട്ടാണ് ഒരു കൺഫ്യൂഷൻ ഉള്ളവർക്കാണെങ്കിൽ ഈ അഫർമേഷൻ ഉപയോഗിക്കാം. എന്റെ ജീവിതത്തിന് ശില്പിയും നിർമ്മാതാവും ഞാനാണ്, അതിൽ ഞാൻ നന്ദി, നന്ദി, നന്ദി. എന്റെ ജീവിതത്തിന്റെ ശില്പിയും നിർമ്മാതാവും ഞാനാണ്, അതിന് ഞാൻ നന്ദി, നന്ദി, നന്ദി. കാരണം നമ്മുടെ ജീവിതത്തെ പാകപ്പെടുത്തുന്നത് നമ്മളാണെന്നുള്ള പൂർണ്ണ ബോധമുണ്ടാക്കാനായിട്ട്. സ്പിരിച്വാലിറ്റി പ്രാക്ടീസ് ചെയ്യുന്നവർക്ക്, അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് ഇങ്ങനെ പറയാം, ഞാൻ ആത്മശാന്തിയിലും ദൈവികതയിലും നിറഞ്ഞിരിക്കുന്നു, അതിന് നന്ദി, നന്ദി, നന്ദി. ഞാൻ ആത്മശാന്തിയിലും ദൈവികതയിലും നിറഞ്ഞിരിക്കുന്നു, അതിന് ഞാൻ നന്ദി, നന്ദി, നന്ദി. വിജയം എന്റെ സ്വാഭാവിക അവസ്ഥയാണ്, വിജയം എന്റെ സ്വാഭാവിക അവസ്ഥയാണ്, അതിൽ നന്ദി, നന്ദി, നന്ദി. ഇങ്ങനെ പലതും നിങ്ങൾക്ക് ഉപയോഗിക്കാം, പല രീതിയിൽ ഉപയോഗിക്കാം. അഫർമേഷൻസ് കുറെ ഞാൻ മെഡിറ്റേഷൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. അഫർമേഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനു മുമ്പ് 100 അഫർമേഷൻസ് 101 അഫർമേഷൻസിന്റെ ഒരു PDF നിങ്ങൾക്ക് തന്നിരുന്നു, കുറെ പേർക്ക് തന്നിരുന്നു. അതിലുണ്ട്. വേണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഇന്നോ നാളെയോ 101 അഫർമേഷൻസ് ഉള്ള PDF ഫയൽ നിങ്ങൾക്ക് തരാൻ ശ്രമിച്ചു നോക്കാം. ഇതെല്ലാം എഴുതി തയ്യാറാക്കണം. പറ്റുവാണെങ്കിൽ ഞാൻ ഗ്രൂപ്പിലിടാം, അല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അറിയിച്ചാൽ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ അറിയിച്ചു കഴിഞ്ഞാൽ 101 അഫർമേഷൻസ് എഴുതി നിങ്ങൾക്ക് PDF ആക്കി തരാൻ പറ്റുമെന്ന് തരാം. എത്ര കാര്യങ്ങൾ വേണമെങ്കിലും പറഞ്ഞോളൂ. നിങ്ങൾക്ക് ഒരു കാര്യം 11 തവണ പറയണം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പറയണമെങ്കിൽ, കൂടുതൽ കാര്യങ്ങൾ പറയാൻ അത്രയും സമയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കൂടുതൽ ചെയ്തോളൂ, അതിന് വിഷയമില്ല. പക്ഷെ ഒറ്റ കാര്യം റിപ്പീറ്റഡ് ആയി 11 തവണ പറയുക എന്നാണ് ഇതിന്റെ കണ്ടീഷൻസ് എന്ന് മനസ്സിലായല്ലോ. ഇത്രയും ക്ലിയർ ആയി ഞാൻ പഠിപ്പിച്ചു തന്നു. ഇനി അഫർമേഷൻസ് തരാം, ഞാൻ ഉണ്ടാക്കാം. അതിന് നിങ്ങൾക്ക് പറയാം, അതിന്റെ കണ്ടീഷൻസ് പറയാം.
അഫർമേഷൻസ് എടുത്ത് നോക്കും. മുമ്പേ കിട്ടിയവരുണ്ടാവുമല്ലോ അല്ലെ? കുറെ PDF വെച്ച് കുറെ ഉണ്ട്. ഇപ്പൊ പുതിയ പുതിയ അഫർമേഷൻസ് കുറെ ഉണ്ടാവും നമ്മൾ എക്സാമിനോട് ആണെങ്കിൽ. ഓക്കെ, അത് പറഞ്ഞു. ഓക്കെ, ശരി. ഇനി എന്താണ് ഇതിൽ അറിയാൻ? ഇനി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നല്ല, ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾ അതിനെപ്പറ്റി ഒന്നും ചെയ്യേണ്ടതില്ല. അവിടെ വിട്ടുകളയുക, ആ സംഭവത്തെ വിട്ടുകളയുക. നിങ്ങൾ മോതിരം ഇടാൻ പറഞ്ഞ പോലെ തന്നെയാണ്, മോതിരം ഇടുക, അതിനെ വിട്ടുകളയുക. അതേപോലെ ഇത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ജോലിക്ക് വേണമെങ്കിൽ ജോലി ഇതേപോലെ പറയാമല്ലോ. ഞാൻ ആഗ്രഹിച്ച തരത്തിലുള്ള സന്തോഷത്തോടും സമാധാനത്തോടു കൂടിയുള്ള ജോലി കിട്ടിയതിന് നന്ദി എന്ന് പറഞ്ഞാൽ മതി. കിട്ടിയതിന് നന്ദി. എപ്പോൾ ചെയ്യണമെന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഓൺ ടൈം എവിടെയാണ് ഇരിക്കുക, എപ്പോഴാണ് ഇരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു, സ്വസ്ഥമായ ഒരു സ്ഥലത്തിരിക്കുക, സമാധാനത്തിൽ സന്തോഷത്തിലിരിക്കുക. മൈ ഓൺ ടൈം ആണ് ഏറ്റവും സംഭവം എന്ന് പറഞ്ഞു. ഓൺ ടൈമിനെ പറ്റി ഞാൻ പറഞ്ഞിട്ട് പല ക്ലാസ്സിലും. അത് അവിടെ ഇരിക്കുക, അവിടെ ചെയ്യുക. അത് രാവിലെ ആണെങ്കിൽ ഇരിക്കുന്നെങ്കിൽ രാവിലെ, നിങ്ങൾക്ക് മറ്റു സമയമാണെങ്കിൽ പറ്റും. പക്ഷെ ഏറ്റവും എഫക്റ്റീവായി വർക്ക് ചെയ്യുന്ന അതിരാവിലെയാണെന്ന് അറിയുക. ഡീല് മാറിപ്പോകാനോ? ഡീല് മാറ്റണമെങ്കിൽ മാറ്റിയാൽ പോരെ, പിന്നെ എന്തിനാണ് അതിൽ വിഷയമുള്ള? അതിന് അഫർമേഷൻ പറഞ്ഞാൽ മതി. ഞാൻ ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള ഡീൽ എന്നിൽ നിന്ന് അകന്നു പോയതിന് നന്ദി. ഞാൻ ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള ഡീൽ എന്നിൽ നിന്നും അകന്നു പോയതിന് നന്ദി. എന്റെ ഹസ്ബൻഡ് എന്നെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാ. എന്റെ ഹസ്ബൻഡ് എന്നെ സ്നേഹിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. ഹസ്ബൻഡ് അങ്ങോട്ട് സ്നേഹിച്ചാൽ മതിയെന്ന്. എല്ലാ ഹസ്ബൻഡ്മാരും തിരിച്ച് സ്നേഹിച്ചോളൂ അല്ലേ? ഇവിടെ എല്ലാ ഹസ്ബൻഡുമാരും ഇതിനോട് അംഗീകരിക്കുന്നില്ലേ? ഹസ്ബൻഡിനെ സ്നേഹിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പോ എല്ലാവരും ആണുങ്ങളെല്ലാരും പാവങ്ങളാന്നേ. നിങ്ങൾ അറിയുന്ന പറയുന്നതല്ല, വെറും പാവങ്ങളാണ്. അത് സ്നേഹിച്ചോളൂ. എത്ര ദിവസമൊന്നുമില്ല, നിങ്ങൾ എപ്പോ വേണമെങ്കിൽ ചെയ്തോളൂ. ലൈഫ് ടൈം ഒന്നുമില്ല. ഡെയിലി ചെയ്യണോ? പേപ്പറിൽ തന്നെ എഴുതണോ? അതോ മൊബൈലിൽ എഴുതണോ? നോട്ട് പാഡിൽ എഴുതണോ? നിങ്ങൾ എഴുതണ ഏറ്റവും സുഖമായിട്ട് എഴുതുന്നത് അറിയോ? പണ്ടത്തെ കല്ലില്ലേ, കല്ലെടുത്തിട്ട് നിങ്ങൾ വീടിന്റെ ചുമരിൽ എഴുതി വെക്കുക. ഏറ്റവും എളുപ്പമാണ്. നിങ്ങൾ എവിടെയെങ്കിലും എഴുതിക്കോന്നേ. നിങ്ങൾ പേപ്പറിൽ എഴുതി, നമ്മൾ എപ്പോഴും എഴുതുമ്പോൾ പേപ്പറിലെ കാര്യം മാത്രമേ പറയുള്ളൂ. അതിനൊക്കെ എന്തിനാ മൊബൈലിൽ കണക്ട് ചെയ്ത് കൊണ്ടിരുന്നത്? മൊബൈലിൽ എഴുതിയാൽ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആവുമോ? എന്നാൽ എഴുതിക്കോളൂ. നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് എന്റെ ലക്ഷ്യം. നിങ്ങൾ മൊബൈലിൽ എഴുതിയാൽ സാറ്റിസ്ഫൈഡ് ആവണോ? നോട്ട് പാഡിൽ എഴുതിയാൽ സാറ്റിസ്ഫൈഡ് ആണോ? എഴുതിക്കോളൂ. പുസ്തകത്തിൽ എഴുതിയാൽ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ എനിക്ക് പുസ്തകത്തിൽ എഴുതിയാൽ, എനിക്കിങ്ങനെ പേപ്പറിൽ ഇങ്ങനെ എഴുതിയാലാണ് എനിക്ക് സാറ്റിസ്ഫൈഡ്. ഞാൻ എഴുതി വെച്ചതാണത് കേട്ടോ. നോ പ്രോബ്ലം. താങ്ക് യു. ലാസ്റ്റ് പറഞ്ഞത് എന്താണ്? വിജയം എന്റെ സ്വാഭാവിക അവസ്ഥയാണ്, അതിന് നന്ദി. അതിനു മുമ്പത്തെ ആണെങ്കിൽ, ഞാൻ ആത്മശാന്തിയിലും ദൈവികതയിലും നിറഞ്ഞിരിക്കുന്നതിന് നന്ദി. ആളൊരു വാല്യൂ തരാനോ? വാല്യൂ തരാൻ ഇതേപോലെ അഫർമേഷൻ, ഇതൊക്കെ അങ്ങനെ. ബാക്കി കുറെ വേണമെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് അല്ലെങ്കിൽ ഇതിൽ നമ്മൾക്ക് അഫർമേഷൻ പ്രാക്ടീസ് ചെയ്തതിൽ ഞാൻ പറഞ്ഞുതരാം ഓരോന്ന്. ഇതിൽ ഇത്രയും എല്ലാം വളരെ എളുപ്പമാണ് കേട്ടോ. നിങ്ങൾ ഉദ്ദേശിച്ചത് അഫർമേഷൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ആവശ്യാനുസരണം നിങ്ങളുടെ വാക്കുകളെ മാറ്റിപ്പെടുത്തിയെടുത്താൽ, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, വേണ്ട എന്ന് പറയുന്ന ഒറ്റ ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞ പോലെ, നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്ന ആള് എനിക്ക് വാല്യൂ തരാറില്ല എന്നതിന് ഒറ്റ വാക്ക് ഉപയോഗിച്ചാൽ ആള് വാല്യൂ തരാൻ തുടങ്ങും. ഒരൊറ്റ കട്ടിങ്ങേ ഉള്ളൂ. രണ്ടേ അക്ഷരങ്ങൾ മാറ്റിയാൽ മതി. രണ്ടക്ഷരം മാറ്റിയിട്ടാൽ മതി. അത്രേ. ഓക്കെ, അപ്പോ ഇത് പ്രാക്ടീസ് ചെയ്യുക. സന്തോഷത്തോടു കൂടി റിസൾട്ട് ഉണ്ടാക്കുക. കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ക്ലാസ്സിൽ നമ്മുടെ പെയ്ഡ് സെഷനിലും വരിക, അല്ലെങ്കിൽ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിസംബർ 31 മുമ്പായി 12 ലക്ഷം രൂപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സാർ 2 വാക്കോ? തരാറില്ല എന്നുള്ളതിന് തരുന്നു എന്ന് എഴുതിക്കോ. നിങ്ങൾക്ക് അപ്പൊ എന്താ നഷ്ടമുള്ളത്? തരാറില്ല എന്നത് നിങ്ങൾ പറയുമ്പോൾ അത് കിട്ടില്ലല്ലോ. തരുമെന്ന് എഴുതിയാലോ, തരുന്നു എന്ന് എഴുതിയാലോ കിട്ടുമോ ഇല്ലയോ? കിട്ടും. തരുമെന്ന് എഴുതിയാൽ മാത്രം മതി. ആരോഗ്യത്തെ പറ്റി പറഞ്ഞത്, എന്റെ ശരീരം സമ്പൂർണ്ണ ആരോഗ്യത്തോടെയും എന്റെ ശരീരം സമ്പൂർണ്ണ ആരോഗ്യത്തിലും ഊർജത്തിലും നിറഞ്ഞിരിക്കുന്നതിന് നന്ദി. എന്റെ ശരീരം സമ്പൂർണ്ണ ആരോഗ്യത്തിലും ഊർജത്തിലും നിറഞ്ഞിരിക്കുന്നതിന്
നന്ദി നന്ദി നന്ദി. ഹസ്ബൻഡിന്റെ സ്വഭാവം നന്നാവാൻ പ്രാർത്ഥിക്കണം. പിന്നെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. അപ്പൊ എല്ലാവരോടും ശുഭരാത്രി, ശുഭനിദ്ര. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, റിസൾട്ട് എടുക്കുക, വരിക. ഓക്കെ, താങ്ക് യു. മെഡിറ്റേഷൻ ക്ലാസ് ജോയിൻ ചെയ്യാൻ അഡ്മിനെ വിളിച്ചോളൂ. നാളെ രാവിലെ ജോയിൻ ചെയ്യാം. ഓരോ മാസം മാത്രമേ ഫീസ് ഉണ്ട്, അത് അടച്ചാൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ജോയിൻ ചെയ്യാം കേട്ടോ. താങ്ക് യു ഓൾ. യെസ്, ഇനി ആരും പറയാനൊന്നും ബാക്കി വിട്ടില്ലല്ലോ. ഗുഡ് നൈറ്റ്. എത്ര വർഷത്തെ കോഴ്സാ? 2020 മെഡിറ്റേഷൻ എത്ര വർഷത്തെ കോഴ്സാണ്? 3 days. താങ്ക് യു സർ. 3 days മോം, 3 days. താങ്ക് യു സർ. സാറേ ഒരു കാര്യം പറയട്ടെ സാർ. താങ്ക് യു സർ. സജിത്ത് പറഞ്ഞിരുന്നു. സജിത്ത് ഏതാ? താങ്ക് യു സാർ. നമസ്കാരം താങ്ക് സാർ. യു ഒരു കാര്യം സാർ. കൂടുതൽ സന്തോഷമായിട്ട് വരുന്നു 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും. എനിക്ക് ഒന്ന് സംസാരിക്കാൻ പറ്റുമോ സാർ? താങ്ക് യു. ഓക്കെ, ബൈ. സാർ